ആഴ്ചഫലം, മാസഫലം, വാർഷിക ഫലം ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. വാരഫലം എന്ന് പറയുമ്പോൾ ഗോചരശാസ്ത്ര പ്രകാരമാണ് നമ്മൾ ഈ ഫലങ്ങളെല്ലാം പറയുന്നത്. നമ്മുടെ നാട്ടിലെ കേരള ജ്യോതിഷം, ഭാരതീയ ജ്യോതിഷം വേറെയാണ്, കേരളീയ ജ്യോതിഷം വേറെയാണ്, പാശ്ചാത്യ ജ്യോതിഷം വേറെയാണ്. ഇവിടെ എല്ലാം വ്യത്യാസങ്ങളുണ്ട്. കേരള ജ്യോതിഷ പ്രകാരം മേടൻ രാശിയെ വെച്ചാണ് തുടങ്ങുന്നത്. മേടം ഒന്നാമത്തെ രാശി, ഇടവൻ രണ്ടാമത്തെ രാശി, അങ്ങനെയാണ് 12 രാശികൾ. ഈ 12 രാശി എന്ന് പറയുന്നത് ഭൂമിയാണ്. ഭൂമിയുടെ ചുറ്റളവ് നമ്മുടെ 360 ഡിഗ്രിയാണ് ഭൂമിയുടെ ഇതായിട്ട് വരുന്നത്. ആ ഒരു ഗോളാകൃതി, ആ 360 ഡിഗ്രിയെ 12 രാശി കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഒരു രാശിയിൽ 30 ഡിഗ്രി വരും. അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ആ രാശികളിൽ ലഗ്നം ഒരു രാശിയിൽ നിന്ന് വേറൊരു രാശിയിലേക്ക് പോകുമ്പോൾ 2 മണിക്കൂറാണ് ലഗ്നം മാറുന്നത്. അപ്പോൾ ഓരോന്നിനും അങ്ങനെ ഓരോ സമയങ്ങളുണ്ട്. 2.25 നക്ഷത്രം ചന്ദ്രനെയാണ് ബേസ് ചെയ്യുന്നത്. സൂര്യൻ ഒരു രാശിയിൽ 1 മാസം നിൽക്കും. അങ്ങനെയാണ് ചിങ്ങമാസത്തിലെ ചോതി, ചിങ്ങമാസത്തിലെ ചതയം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ സൂര്യൻ നിൽക്കുന്നത് വെച്ചാണ് അത് പറയുന്നത്, ചന്ദ്രൻ നിൽക്കുന്നത് വെച്ചാണ് നാൾ പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത് 2.25 നക്ഷത്രം ബേസ് ചെയ്തിട്ടാണ് ഓരോ രാശിയിലും 2.25 നക്ഷത്രമാണ് വരുന്നത്. ദ കലിയുഗ ജ്യോതിഷശാസ്ത്രം, ദ അപ്ഗ്രേഡേഷൻ ഓഫ് ജ്യോതിഷം. ജ്യോതിഷത്തിൽ കാലഘട്ടത്തെയും മനുഷ്യ ജീവിതത്തെയും നിരീക്ഷിച്ചുകൊണ്ട് പ്രവചനം നടത്തുക, അതാണ് കലിയുഗ ജ്യോതിഷം. അപ്പോൾ കലിയുഗ ജ്യോതിഷ പ്രകാരം അപ്ഗ്രേഡേഷനാണ്. അപ്പോൾ നമ്മൾ ദശാനാഥനെ വെച്ചാണ് പറയുന്നത്. ദശാനാഥൻ എന്ന് പറയുമ്പോൾ 9 ദശാനാഥന്മാരുണ്ട്. ഒരു ദശാനാഥനിൽ 3 നക്ഷത്രങ്ങൾ, അങ്ങനെ 9 ദശാനാഥന്മാർ. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതായത് അശ്വതി, മകം, മൂലം, ഇതാണ് കേതു. കേതുവിൽ ജനിക്കുന്നത് ഇവരാണ്. ഇവരുടെ ദശാനാഥൻ എപ്പോഴും കേതുവായിരിക്കും. ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് അശ്വതി, മകം, മൂലം. അപ്പം ഇങ്ങനെ ഉള്ള ഇതിലാണ് വരുന്നത്. അതിൽ മകവും മൂലവും അസുരഗണവും അശ്വതി ദേവഗണവുമായിട്ടാണ് വരുന്നത്. മറ്റുള്ള ഒരു ജ്യോതിഷത്തിൽ 2.25 നക്ഷത്രം വെച്ച് അത് ജനങ്ങളിങ്ങനെ കേട്ട് മടുത്തു. അതിൽ പലർക്കും പലതും നടക്കുന്നു, നടക്കുന്നില്ല. പലരും സ്വാഭാവികമായിട്ട് എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, ജനിക്കാൻ പോകുന്ന കുഞ്ഞ് എങ്ങനെയാണ് വിവാഹം കഴിക്കുന്നതെന്ന്. അതേപോലെ മരിക്കാൻ കിടക്കുന്ന അപ്പൂപ്പൻ എങ്ങനെയാണ് പുതിയ വാഹനം വാങ്ങിച്ച് ഓട്ടിക്കുന്നതെന്ന്. ഇതൊക്കെ ജനങ്ങൾ ഇതിനെങ്ങനെ കളിയാക്കി ചോദിക്കാറുണ്ട്. പക്ഷേ അത് ഗോചരശാസ്ത്ര പ്രകാരമാണ് പറയുന്നത്. 2.25 നക്ഷത്രം, 2.25 നക്ഷത്രത്തിൽ അത് വരുന്നു. അതായത് പ്രായത്തിലുള്ളവരെ വെച്ച് കണക്കാക്കുക, 56-60 കോടി ജനങ്ങൾ തന്നെ ഉണ്ട് ഈ 3 നക്ഷത്രത്തിലായിട്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇവർ കുട്ടി ജനിക്കുന്ന കുട്ടി മുതൽ മരിക്കുന്ന അപ്പൂപ്പന്മാർ വരെ ഇതിനകത്ത് വരും. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ എന്തോ ഒരു വ്യത്യാസമുള്ളതുപോലെ ജനങ്ങൾക്ക് തോന്നും, അല്ലെങ്കിൽ ചിലരത് കുറിച്ചിങ്ങനെ ചിന്തിക്കും. പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ദശാനാഥൻ വെച്ചിട്ട് ഇവർക്ക് 3 പേർക്കും എങ്ങനെയാണ് വരുന്നത്, അതാണ് മേടം രാശിയുടെ ഒരു പുതുമയായി കലിയുഗ ജ്യോതിഷശാസ്ത്രം ചെയ്യുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് 27 നക്ഷത്രത്തിനെ കുറിച്ച് അറിഞ്ഞാൽ ഈ 3 സെറ്റ്, ഒരു സെറ്റിലെ 3 സഹോദര നക്ഷത്രങ്ങൾ, അതായത് അശ്വതി, മകം, മൂലം, അതാണ് കേതു ദശാനാഥനായിട്ട് വരുന്നത്. അതിൽ അശ്വതിക്ക് നല്ലതായിട്ട് തന്നെ സംഭവിക്കും. അശ്വതിക്ക് ഈ വർഷം നല്ല കാര്യങ്ങൾ തന്നെ വന്നു ചേരും. അവർക്ക് നല്ല ഗുണകരമായിട്ടായിരിക്കും അശ്വതിക്ക് അത് സംഭവിക്കുന്ന കാര്യം. അവർ കണ്ടകശനി കഴിഞ്ഞ് അവർ ലാൻഡ് ചെയ്യുകയാണ്. 2.5 വർഷമായിട്ടുള്ള 10ാം ഭാവത്തിലെ കണ്ടകശനി അവർക്ക് മാറി. പലർക്കും ഞാൻ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്ന സമയത്ത് അവർക്ക് അപകടം നടക്കാം, ആശുപത്രിവാസം വരാം, ധനം ഗംഭീരമായിട്ട് ചോരാം എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെയാണ് അവരുടെ കണ്ടകശനി കാലം അത്രയും കണ്ടത്. അതുകൊണ്ട് അവർ രക്ഷപ്പെട്ടു. അവർക്ക് മേടം രാശിയിൽ അവർക്ക് നല്ലതായിട്ട് തന്നെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇത്തവണ അവർ അശ്വതിക്കാർ ഈ വർഷം നല്ലതുപോലെ ശോഭിക്കും. എല്ലാ മേഖലയിലും അവർ നല്ലതുപോലെ ശോഭിക്കും. പക്ഷെ അവർ ഉള്ളിലൊതുക്കി വെച്ച് പുറമെ വേറൊരു രീതിയിൽ പെരുമാറുന്ന ആൾക്കാരാണ്. പക്ഷെ അവരത് സൂക്ഷിക്കണം. ഉള്ളിലൊതുക്കി വയ്ക്കുന്നത് അവർക്ക് നാശവും പ്രയാസവും ഉണ്ടാക്കും. അടുത്ത വരുന്നത് മകം നക്ഷത്രമാണ്. അവരെ സംബന്ധിച്ചോളം ഈ വർഷം കുറച്ച് പ്രയാസങ്ങൾ നിറഞ്ഞതായിരിക്കും. അവർ കണ്ടകശനിയിലാണ്, 7ാം ഭാവത്തിലെ കണ്ടകശനിയിലൂടെയാണ് അവർ പോകുന്നത്.
അത് സ്വാഭാവികമായിട്ട് അവിടെ ദാമ്പത്യ ജീവിതത്തിൽ ഉലച്ചിലും പ്രയാസമൊക്കെ ഉണ്ടാക്കും. വളരെയധികം ശ്രദ്ധിക്കണം. അവർ സൂര്യൻ്റെ രാശിയിലാണ് വരുന്നത്, ചിങ്ങരാശിയിലാണ് വരുന്നത്, ദേവി നക്ഷത്രത്തിലാണ് ജനിച്ചിരിക്കുന്നത്. അപ്പോൾ മകം നക്ഷത്രക്കാർ ഈ വർഷം വളരെയധികം ശ്രദ്ധിക്കണം. ഓരോ ചുവടുവെപ്പുകൾ നടത്തുമ്പോഴും വളരെ ശ്രദ്ധയോടുകൂടി ആണ് അവർ നടത്തേണ്ടത്. അപ്പോൾ അത് അവരുടെ കാര്യത്തിൽ അവർ വളരെ സാമർഥ്യമുള്ളവരാണ്, കഴിവുള്ളവരാണ്. സ്ത്രീകൾ പുരുഷന്മാരെ പോലെ ജീവിക്കുന്ന ഒരു നക്ഷത്രമാണ്. തൻ്റേടികളായിരിക്കും, നല്ല കഴിവുള്ളവരായിരിക്കും, സാമർഥ്യമുള്ളവരായിരിക്കും. പക്ഷേ ശത്രുക്കൾ അവർക്ക് ഇത്തവണ കൂടും. കേസ് വഴക്കുകളിലൊക്കെ ചെന്ന് പെടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം വളരെ ശ്രദ്ധിക്കണം. അവർക്ക് മേടം രാശിയിൽ അവർക്ക് കണ്ടകശനിയും കൂടെ ആയതുകൊണ്ട് അവർ വളരെയധികം ശ്രദ്ധിക്കണം. പിന്നെ മൂലനക്ഷത്രമാണ്. മൂലനക്ഷത്രം പൊതുവെ ഒരു പ്രത്യേക സ്വഭാവത്തിൻ്റെ ഉടമക്കാരാണ്. അവർക്കിത്തവണ സമ്മിശ്രമായിട്ടായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അവർ പൊതുവെ അവർ ചങ്ങാത്തം കൂടുന്ന അല്ലെ മോസ്തുതി പാടി അവരെ മറ്റുള്ളവർ പറ്റിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അടിതെറ്റിയാൽ ആനയും വീഴും എന്നുള്ള രീതിയാണ്. അവർക്ക് കഴിവ് സാമർഥ്യമൊക്കെ ഉണ്ട്, മറ്റുള്ളവരെക്കാളും സാമർഥ്യം കൂടുതലാണ്. അപ്പോൾ അവർക്കതുപോലെ ഉള്ളിൽ ഭയമുണ്ട്. അപ്പം പൊതുവേ അവർ ദീർഘായുസ്സുള്ളവരുമാണ്. സ്വാഭാവികമായിട്ട് അവർ ഇത്തവണ ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. സമ്മിശ്രമായിട്ടുള്ളതാണ്, 50-50. അതായത് അപ്പുറത്തും വീഴാം ഇപ്പുറത്തും വീഴാം. കയ്യാലപ്പുറത്ത് തേങ്ങ പോലെയാണ്. ധനം ഒരുപാട് മോഹിച്ച് ധനം കൊണ്ടുപോയി നഷ്ടപ്പെടുത്തും. അത് വളരെ ശ്രദ്ധിക്കണം. ഇവർ ധനമോഹികളാണ്. ധനത്തിൻ്റെ പുറകെ പോയി കയ്യിലുള്ളതും കൂടെ നഷ്ടപ്പെടുത്താതിരിക്കണം. ഇവർക്ക് ഈ വർഷം സമ്മിശ്രമായിട്ടാണ് കാണുന്നത്. അടുത്തത് നമ്മൾ വരാൻ പോകുന്നത് കേതു കഴിഞ്ഞാൽ ശുക്രൻ്റെ രാശിയിൽ വരുന്ന ശുക്രൻ്റെ ദശാനാഥനായിട്ട് വരുന്ന 3 നക്ഷത്രങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അതിനകത്ത് വരുന്ന 3 നക്ഷത്രങ്ങൾ പൂരം, ഭരണി, പൂരാടം. ഭരണി, പൂരം, പൂരാടം. ഇവർ 3 പേരും ശുക്രനാണ് ജനിക്കുന്നത്. ഇവരുടെ 3 പേരുടെയും ഇവർ 3 പേരുമാണ് അനുബന്ധ നക്ഷത്രം. അതിൽ ഭരണി എന്ന് പറയുന്നത് പാർവതീദേവി പൂര നക്ഷത്രമാണ്. പാർവതീദേവിക്ക് ചിത്തഭ്രമം വരുന്ന സമയത്താണ് ഭരണി നക്ഷത്രമായ ഭദ്രകാളി. ഭദ്രകാളിയുടെ നക്ഷത്രം ഭരണി, പാർവതീദേവിയുടെ നക്ഷത്രം പൂരം, മഹാലക്ഷ്മിയുടെ നക്ഷത്രവും പൂരമാണ്. അപ്പോൾ കുടുംബിനിയായ ദേവിയാണ് പാർവതീദേവി. ധനത്തിൻ്റെ ദേവിയാണ് ലക്ഷ്മി ദേവി. ഭദ്രകാളി ദൗദ്രഭാവമാണ്. ഇങ്ങനെയാണ് 3 ഇത് വരുന്നത്. അപ്പം ശുക്രനിൽ ജനിക്കുന്ന 3 നക്ഷത്രങ്ങളെന്ന് പറയുന്നത് ഭരണി, പൂരം, പൂരാടം. അപ്പോൾ ഈ 3 നക്ഷത്രങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇവർ 3 പേരും മനുഷ്യഗണത്തിലാണ് വരുന്നത്. ഈ 3 നക്ഷത്രങ്ങൾ മനുഷ്യഗണത്തിലാണ്. അപ്പം ഞാനൊരു കലിയുഗ ജ്യോതിഷൻ എന്ന നിലയിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ദ അപ്ഗ്രേഡേഷൻ ഓഫ് ജ്യോതിഷം. ജ്യോതിഷത്തിൽ രചിക്കുന്ന കാലത്ത് ഒരു മനുഷ്യൻ്റെ ആയുസ് 120 ആയിരുന്നു. ഇപ്പം മനുഷ്യൻ്റെ ആയുസ് 80, 85, 90. അപ്പോൾ നമ്മൾ 120 വെച്ച് കണക്ക് കൂട്ടുമ്പോൾ അത് തെറ്റും. അപ്പോൾ നമ്മൾ 80, 85, 90 വെച്ചാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം കാൽക്കുലേഷൻ കറക്റ്റാവും. ശുക്രനിൽ ജനിക്കുന്ന 3 നക്ഷത്രങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അതിൽ ആദ്യത്തേത് ഭരണി. ഭരണി നക്ഷത്രത്തിനെ കുറിച്ച് പറയുമ്പോൾ ഭരണി നക്ഷത്രത്തിൻ്റെ കണ്ടകശനി കഴിഞ്ഞിരിക്കുന്നു. ഭരണി നക്ഷത്രത്തിന് വളരെ നല്ല സമയത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. അവർക്ക് കണ്ടകശനി ആയിരുന്നു 2019 ജാനുവരി മുതൽ 2023 ജാനുവരി 17 ആയതോടെ പൂർണ്ണമായും അവർ കണ്ടകശനിയിൽ നിന്ന് മുക്തി നേടിയിരിക്കുന്നു. ഭരണി ഈ 2.5 വർഷം കുറേ നഷ്ടങ്ങൾ സഹിച്ചവരാണ്. ധനനഷ്ടമാണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ. ഇവർക്കൊരു സ്വഭാവമുണ്ട്, ധനം സമ്പാദിക്കുന്നതിന് വേണ്ടി ഇവർ കുറുക്ക് വഴികൾ അവലംബിക്കും. ഈ കുറുക്ക് വഴികൾ പൊതുവെ അപകടങ്ങൾ നിറഞ്ഞതായിരിക്കും. ഈ ശുക്രനിൽ ജനിച്ച എല്ലാവരും അങ്ങനെയാണ്, പെട്ടെന്ന് കാശുണ്ടാക്കണം. ശുക്രൻ എന്ന് പറഞ്ഞാൽ ആഭാസൻ എന്നാണ് പറയുന്നത്. എല്ലാവരും പറയും, അയ്യോ ശുക്രദശയിലാവും ഭയങ്കര കാശ് ഉണ്ടാക്കുമെന്ന് പറയും. അങ്ങനെയല്ല, കാശല്ല. ആ സമയത്ത് ദുർശീലങ്ങളിൽ ചെന്ന് പെടാം. അങ്ങനെയാണ് ശുക്രൻ്റെ സ്വഭാവം. അപ്പോൾ ആ കാരകത്വം അതാണ് വരുന്നത്. അപ്പോൾ ഈ ഭരണി നക്ഷത്രക്കാർക്ക് ഇനി നല്ല സമയമാണ്. അവരെ സംബന്ധിച്ചോളം അവർക്കിനി എന്ത് വേണമെങ്കിലും ചെയ്യാം. അവർക്ക് നല്ല രീതിയിൽ ഉയർന്നു വരാൻ പറ്റും. ഈ 2.5 വർഷത്തെ എല്ലാ കഷ്ടനഷ്ടങ്ങളും ഈ വിഷുഫലത്തിൽ അവർക്ക് നികത്താൻ സാധിക്കും. അതുപോലെ അവർ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യണം. ഇവർക്കൊരു കുഴപ്പം ഉൾഭയമാണ്.
ഉൾഭയം ഇവരെ വിട്ടുമാറില്ല. ഇവർ വിചാരിച്ചാൽ എല്ലാം ചെയ്യാൻ പറ്റും. പക്ഷേ ഇവർക്ക് ഉൾഭയം കാരണം പല സന്ദർഭങ്ങളിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കും. ഇവർ തന്നെ ഇവരുടെ നാശം വിതയ്ക്കും. അതുകൊണ്ട് ഇവർ ഒന്നിലേക്ക് ഉറച്ചു നിന്നുകൊണ്ട് എന്ത് ചെയ്താലും ഒരു ബിസിനസ് ചെയ്യുമ്പോൾ അതിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോവുക. അല്ല പലതിലും ചെന്ന് ചാടരുത്. ഇവർക്ക് പെട്ടെന്ന് കാശുണ്ടാക്കണം. അങ്ങനെ പെട്ടെന്ന് കാശുണ്ടാക്കാൻ പറ്റില്ല. കാശെന്ന് പറയുന്നത് കണ്ണാമ്പയ്ക്കെ പോലെയാണ്. അതിങ്ങനെ പറന്നുകൊണ്ടേയിരിക്കും. എത്ര നമ്മൾ അതിൻ്റെ പുറകെ പോയാലും അത് നമുക്ക് പിടിതരത്തില്ല. പിന്നെ അവസാനം നമ്മളെല്ലാം ഉപേക്ഷിച്ച് തിരിച്ചു വരുമ്പോൾ ആ കണ്ണാമ്പയ്ക്ക് നമ്മുടെ തോളിൽ വന്നിരിക്കും. അപ്പോൾ നമുക്ക് അതിനെ കൈകൊണ്ടെടുക്കാം. അപ്പോൾ അതുകൊണ്ട് ഈ കാശിൻ്റെ പുറകെ പായുന്നവരൊക്കെ അത് മനസ്സിലാക്കണം. അങ്ങനെ എപ്പോഴും കാശ് നമ്മുടെ കയ്യിൽ വരില്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെ സർവ്വത്ര ജനങ്ങളും കാശിന് വേണ്ടിയാണ് പോകുന്നത്. അപ്പോൾ ഭരണി നക്ഷത്രക്കാർ ഒരു ബിസിനസ്സിൽ ഉറച്ചിരിക്കുകയും അതിൽ ഉയർന്നു വരാൻ നോക്കുകയും ചെയ്യണം. പിന്നെ നിങ്ങളുടെ ദേഷ്യ സ്വഭാവമുണ്ട്, അതൊന്ന് കുറച്ച് മുന്നോട്ട് പോവുക. അപ്പോൾ ഭരണി അവിടെ നിൽക്കട്ടെ. അടുത്തത് പൂരം. പൂരം നക്ഷത്രത്തിനെ സംബന്ധിച്ചോളം പൂരം നക്ഷത്രത്തിന് കണ്ടകശനിയാണ്. കണ്ടകശനി കാലത്തിലൂടെയാണ് പൂരം നക്ഷത്രം കടന്നു പോകുന്നത്. അവിടെ 7-ാം ഭാവത്തിലാണ് കണ്ടകശനി. അത് വളരെ ശ്രദ്ധിക്കണം. അവർ സൂര്യൻ്റെ രാശിയിലാണ് വരുന്നത്. അവർ ഒരു പ്രത്യേക സ്വഭാവത്തിൻ്റെ ഉടമയായിരിക്കും. അവരെല്ലാവർക്കും നേരെ കൊണ്ടുപോകാൻ പറ്റില്ല. ചില സമയങ്ങളിൽ ഇവർ വളരെ പൊട്ടിത്തെറിക്കുന്ന ഒരു സ്വഭാവം ഇവരിൽ നിക്ഷിപ്തമാണ്. ഈ സമയം ഇവർ ഒരു കാര്യം ചെയ്യുമ്പോൾ 2 പ്രാവശ്യം ആലോചിച്ചതിന് ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഇണയുമാറ്റ് കേസ് വഴക്കുകളിലൊക്കെ ചെന്ന് പെടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പൂരം നക്ഷത്രത്തിന് പൊതുവെ കുടുംബജീവിതം, ഈ ശുക്രനിൽ ജനിച്ച 3 നക്ഷത്രത്തിൻ്റെയും കുടുംബജീവിതത്തിൽ കുറച്ച് പരാജയങ്ങൾ കാണുന്നു. മറ്റുള്ളവരെക്കാളും പരാജയങ്ങൾ കൂടുതലായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് പൂരം നക്ഷത്രം ദേവീ നക്ഷത്രം തന്നെയാണ്. ഭരണിയും ദേവീ നക്ഷത്രം തന്നെയാണ്. ശുക്രനിൽ വരുന്നതെല്ലാം ദേവീ നക്ഷത്രങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിക്കണം. ഈ പൂര നക്ഷത്രക്കാർ എടുത്തു ചാടരുത്. പല ആൾക്കാരും വരും, സ്നേഹത്തോടെ വന്ന് നമ്മളെ ബുദ്ധിമുട്ടിക്കും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ പൂരം കാതു കൊടുക്കുന്ന സ്വഭാവമുണ്ട്. ഈ നക്ഷത്രക്കാരെല്ലാം ശുക്രനിലുള്ളവരെല്ലാം മറ്റുള്ളവർക്ക് കാതു കൊടുക്കും. എന്നിട്ട് അതിനനുസരിച്ച് അവർ പെരുമാറും. സ്വന്തം കുടുംബം നഷ്ടപ്പെട്ടു പോകുന്നത് അവരറിയത്തില്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു നക്ഷത്രമാണ് പൂരം നക്ഷത്രം. അവരുടെ കണ്ടകശനി കാലമാണ്. വളരെയധികം ശ്രദ്ധിക്കണം. അത് ഇണയുമായിട്ടുള്ള ചെറിയ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ ദാമ്പത്യ ജീവിതമൊക്കെ തകരാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം. പിന്നെ ഇവർ സ്വാർത്ഥത കുറച്ച് കൂടുതലായിരിക്കും. പൂരം പൊടിപൂരമാറ്റേ പോവുള്ളൂ. അവരുടെ കാര്യങ്ങളൊക്കെ വളരെ ഷാർപ്പായിട്ട് ചെയ്യും. എന്നാലും മധ്യവയസ്സിന് ശേഷം ഇവർക്ക് വ്യാഴദശയിൽ ഇവർ നല്ലപോലെ പൊടിപൊടിക്കും. അപ്പോൾ പൂരം നക്ഷത്രക്കാർ വളരെയധികം ശ്രദ്ധിക്കണം. പിന്നെ പൂരാട നക്ഷത്രം ഒരു മനുഷ്യഗണത്തിലുള്ള നക്ഷത്രമാണ്. പക്ഷേ ഈ പൂരാട നക്ഷത്രക്കാർ ബുദ്ധിയുള്ളവരാണ്. അവർ കുറേ കാര്യങ്ങൾ ചിന്തിച്ച് കൂട്ടി അതിനനുസരിച്ച് ബുദ്ധിപരമാറ്റേ പെരുമാറുകയുള്ളൂ. 1 രൂപ പോലും കളയാതിരിക്കാൻ ശ്രദ്ധിക്കും. മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് വാങ്ങിയെടുക്കേണ്ടതല്ല, വളരെ വ്യക്തമായിട്ട് തന്നെ വാങ്ങിയെടുക്കുക. പക്ഷെ അവരുടെ കയ്യിൽ നിന്ന് പണം പോകാതെ അവർ നോക്കും. പക്ഷെ ഇവരുടെ കുടുംബത്തിലെ പാർട്ട്ണർമാർ അത് ഇവരുടെ ഉണ്ടാക്കുന്ന ധനം ദൂർത്തടിക്കുകയോ നശിപ്പിക്കാനൊക്കെ ഉള്ള ചാൻസസ് ഉണ്ട്. പിന്നെ പൂരാട നക്ഷത്രം മധ്യവയസ്സിന് ശേഷം അവർക്ക് സമയം കുറച്ച് പ്രയാസമാണ്. അവരുടെ രാഹുർ സമയം അവർക്ക് വളരെ മോശമാണ്. കൂടെ നിൽക്കുന്നവർ പറ്റിക്കാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം. ഈ കൂടെ നിൽക്കുന്നവരെ ശ്രദ്ധിച്ചോളണം. എല്ലാവരെയും വിശ്വസിച്ചേൽപ്പിക്കരുത്. അടിതെറ്റിയാൽ ആനയും വീഴും. കഴിവും സാമർഥ്യം ഉള്ളവരാണെങ്കിൽ പോലും ചില സമയങ്ങളിൽ ചിലർ പറ്റിച്ചു പോകും. ഇവർക്ക് ഈ 3 നക്ഷത്രക്കാർക്കും മുഖസ്തുതി പാടുന്നത് വളരെ നല്ലതാണ്. ഇവരിന്ന് എന്ത് നേടണമെങ്കിലും ഇവരെ ഒന്ന് പുകഴ്ത്തി മുഖസ്തുതി പാടിക്കഴിഞ്ഞാൽ അതിനു വേണ്ടി അവർ പറയുന്നത് ഇവർ കേൾക്കും. അതിൽ പൂരാട നക്ഷത്രം കുറച്ച് കണ്ണിങ്ങായിട്ടുള്ള ആൾക്കാരാണ്. അവർ വളരെയധികം ശ്രദ്ധിക്കുക. അവർക്ക് നല്ല സമയമായിട്ടാണ് കാണുന്നത്. വളരെ നല്ല സമയത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. അല്ലാതെ വേറെ കുഴപ്പമൊന്നും പൂരാട നക്ഷത്രത്തിനില്ല. ഇതാണ് ഈ ശുക്രനിൽ ജനിച്ച 3 പേരുടെ നക്ഷത്രഫലം. ശുക്രൻ കഴിഞ്ഞാൽ സൂര്യനാണ്. നിങ്ങൾ ആദ്യം ജ്യോതിഷത്തിനകത്ത് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇത് കാണുന്ന സമയത്ത് ചെറിയൊരു അറിവും കൂടെ ഞാൻ നിങ്ങൾക്ക് തന്നുകൊണ്ടാണ് പോകുന്നത്. നമ്മുടെ 9 ദശാനാഥന്മാരാണ് വരുന്നത്. അതിലാദ്യത്തേത് കേതു, 7 വർഷം കേതു. അത് കഴിഞ്ഞാൽ ശുക്രൻ 20 വർഷം ശുക്രൻ. അത് കഴിഞ്ഞാൽ സൂര്യൻ 6 വർഷം സൂര്യൻ. ചന്ദ്രൻ 10 വർഷം ചന്ദ്രൻ. ചന്ദ്രൻ കഴിഞ്ഞാൽ പിന്നെ അടുത്ത വരുന്നത് കുജൻ 7 വർഷം. അത് കഴിഞ്ഞാൽ രാഹുർ 18 വർഷം. അത് കഴിഞ്ഞാൽ വ്യാഴം 16 വർഷം. അത് കഴിഞ്ഞാൽ
ശനി 19 വർഷം, അത് കഴിഞ്ഞാൽ ബുധൻ 17 വർഷം. അപ്പം ഇങ്ങനെയാണ് ദശാകാലങ്ങൾ പോകുന്നത്. ഇത് ദശാകാലമാണ്. അടുത്തത് ഗോചരശാസ്ത്രപ്രകാരമാണ് 7.5 ശനി, കണ്ടകശനി അങ്ങനെ വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അടുത്തതായിട്ട് വരുന്നത് സൂര്യദശയാണ്. സൂര്യദശയിലെ ദശാനാഥൻ സൂര്യനായിട്ട് വരുന്ന നക്ഷത്രങ്ങൾ കാർത്തിക, ഉത്രം, കാർത്തിക, ഉത്രാടം. അതായത് കാർത്തിക, ഉത്രം, ഉത്രാടം ഇങ്ങനെ 3 നക്ഷത്രങ്ങളാണ് സൂര്യദശയിൽ വരുന്നത്. അപ്പോൾ അതിനകത്ത് ഉത്രാടത്തിന് നമ്മൾ അഭിജിത്ത് നക്ഷത്രം എന്ന് പറയും. അഭിജിത്ത് നക്ഷത്രമാണ് ഉത്രാടം. ചന്ദ്രൻ്റെയും സൂര്യൻ്റെയും സ്വഭാവങ്ങൾ അവർക്കുണ്ടായിരിക്കും. അതൊരു അഭിജിത്ത് നക്ഷത്രമാണ്. കാർത്തിക പൊതുവെ സൂര്യദശയിൽ തന്നെയാണ് ജനിച്ചിരിക്കുന്നത്. ഉത്രവും സൂര്യദശയിൽ തന്നെയാണ് ജനിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ജ്യോതിഷം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ 18 ആംഗിളുകൾ വ്യക്തമായിട്ട് പരിശോധിച്ചതിന് ശേഷം മാത്രമേ പറയാൻ പാടുള്ളൂ. ഇന്നാളെ ഒരാൾ ചോദിച്ചു, കാളസർപ്പയോഗം കൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ? കാളസർപ്പയോഗത്തിന് 14 വേർഷനുണ്ട്. കാളസർപ്പയോഗം, പൂർണ്ണ കാളസർപ്പയോഗമുണ്ട്. എല്ലാ ഗ്രഹങ്ങളും 150 ഡിഗ്രിക്ക് അകത്ത് വന്നു കഴിഞ്ഞാൽ അത് പൂർണ്ണ കാളസർപ്പയോഗം. അതിന് വക്രഗതിയുണ്ട്, അല്ലാതെ ഉള്ള ഇതുമുണ്ട്. അപ്പോൾ അത് പല രീതിയിലുണ്ട്. 14 വേർഷനുണ്ട്. അനന്തകാളസർപ്പയോഗം അങ്ങനെ പോകുന്ന 14 വേർഷനുണ്ട്. അപ്പോൾ അതിന് കാളസർപ്പയോഗം പ്രയാസമല്ല, ഉറക്കം കിട്ടൂല, അധ്വാനിയായിരിക്കും, വളരെ ഉയർന്ന നിലയിലെത്തും. മഹാന്മാർക്കെല്ലാം കാളസർപ്പയോഗമുണ്ട്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കണം. കാളസർപ്പയോഗം ഒരു ദോഷമല്ല, അതൊരു യോഗമാണ്. അങ്ങനെ നോക്കുന്ന സമയത്ത് കാർത്തിക പൊതുവെ ആൾക്കാർ പറയും കീർത്തി കേൾക്കുമെന്ന്. അത് ഏകദേശം ശരിയാണ്. മാതാമൃതാനന്ദമയി, കരുണാകരൻ അങ്ങനെ പോകുന്ന ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട് കാർത്തിക നക്ഷത്രത്തിൽ. കാർത്തിക നക്ഷത്രം കീർത്തി കേൾക്കുന്നത് അവിടെ 35 വയസ്സിന് ശേഷമാണ്. അവിടെ രാഹുർ കഴിഞ്ഞ് കിട്ടണം. രാഹുർ കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റേതായ കുറച്ച് കാര്യങ്ങൾ വരത്തുള്ളൂ. രാഹുർ കഴിയണം. കഴിഞ്ഞ് എന്നാലും 35 വയസ്സ് മുതൽ ക്രമേണ അവർ രക്ഷപ്പെട്ട് വരണം. അതാണ് അവരുടെ ഏറ്റവും വലിയ ഭാഗ്യം. പക്ഷേ ഈ കാർത്തിക നക്ഷത്രക്കാർ കുറച്ച് കൗശല ബുദ്ധിയുള്ള ആൾക്കാരാണ്. അതവിടെ നിൽക്കട്ടെ, അത് ജീവിതത്തിൽ വിജയം നേടും. പക്ഷേ ഇവർ സ്വന്തം സ്ഥലം വിട്ടൊക്കെ മാറി നിന്നാലേ രക്ഷപ്പെടുള്ളൂ. ഒരു ആമുഖമായിട്ട് ഞാൻ പറഞ്ഞു. കാർത്തികയെ സംബന്ധിച്ചോളം കാർത്തികയുടെ ഇടവരാശിയിൽ വരുന്ന കാർത്തികയ്ക്ക് കണ്ടകശനിയാണ്. ഇടവരാശിയിൽ വരുന്ന കാർത്തികയ്ക്ക് കണ്ടകശനിയാണ്. അത് 10ാം ഭാവത്തിൽ കണ്ടകശനിയുണ്ട്. അതാണ് അതിനകത്ത് വരുന്നത്. പക്ഷേ മേടത്തിൽ വരുന്ന കാർത്തികയ്ക്ക് അതില്ല. അപ്പോൾ ഇടവത്തിൽ വരുന്ന കാർത്തികയ്ക്ക് കണ്ടകശനിയുണ്ട്. അപ്പോൾ കണ്ടകശനിയുള്ള കാർത്തികയ്ക്ക് കുറച്ച് പ്രയാസം വരും. അത് അവർ വളരെയധികം ശ്രദ്ധിക്കണം. അത് 2, 3, 4 ഭാഗങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. അതിനകത്ത് വരുന്നവർ 1ാം പാദം ഒഴിച്ച് 2, 3, 4 പാദങ്ങൾ കാർത്തികയ്ക്ക് മോശമായിരിക്കും. പക്ഷേ 1ാം പാദത്തിലെ കാർത്തിക വളരെ നല്ലതായിട്ടാണ് കാണുന്നത്. അപ്പോൾ 4 പാദങ്ങളുണ്ട്. 6 മണിക്കൂർ ഇടവിട്ട് ജനിക്കുന്നവർക്കാണ് പാദങ്ങളെന്ന് പറയുന്നത്. 2 മണിക്കൂർ ഇടവിടുന്നവർക്ക് ലഗ്നങ്ങളെന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് പാദങ്ങൾ, അതാണ് ഒരു ദിവസം ജനിക്കുന്നതിന് 12 ലഗ്നം. ഇപ്പം കാർത്തികയാണെങ്കിൽ 12 സ്വഭാവമായിരിക്കും. അപ്പോൾ അതുപോലെ 4 പാദങ്ങളുണ്ട്. അതിൽ 1ാം പാദത്തിന് കണ്ടകശനി ഇല്ല, ബാക്കിയുള്ള 3 പാദത്തിന് കണ്ടകശനിയാണ്. അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കണം. അത് നമ്മൾ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകണം. ഈ കാർത്തികക്കാർക്ക് ശത്രുക്കൾ ഇഷ്ടം പോലെ ഉണ്ടാവും. അത് അവരുടെ ചില പ്രവൃത്തികളും കൂടെ അതിന് കാരണമാവും. പിന്നെ കൃഷി ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് 1ാം പാദത്തിലുള്ളവർക്ക് നല്ല വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ബിസിനസ്സിനകത്തും അങ്ങനെ തന്നെ 2, 3, 4 പാദക്കാർ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം അവർക്ക് സമയം മോശമാണ്. അവരെവിടെ ചെന്ന് പെട്ടാലും പ്രയാസങ്ങൾ വരും. ആരെയെങ്കിലും സഹായിക്കാൻ പോയാൽ അവിടെ ഈ നാശം ഉറപ്പാണ്. നിങ്ങൾ സഹായിക്കുന്നവർ തന്നെ നിങ്ങൾക്ക് ശത്രുക്കളാവും. അല്പലാഭത്തിന് വേണ്ടി നിങ്ങൾ പെരുംഛേദം ഉണ്ടാക്കും. ഈ കാർത്തിക നക്ഷത്രക്കാർ അങ്ങനെയാണ്. അവർക്ക് എപ്പോഴും സ്വാർത്ഥത കൂടുതലായിരിക്കും. സ്വന്തം കാര്യങ്ങൾ നോക്കി കിട്ടാൻ വേണ്ടി അവർ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് നാശങ്ങളിലേക്ക് ചെന്നെത്തും. അവരുടെ പിടിവാശി വലുതാണ്. സ്ത്രീകളാണെങ്കിൽ അവരെന്തോ വിചാരിക്കുന്നോ അത് തന്നെ അവർ നടത്തിയെടുക്കും. പക്ഷെ അവർ മറ്റുള്ളവരറിയാതെ ഒരു വഴിയിലൂടെ വന്ന് അവരുടെ കാര്യങ്ങൾ ചെയ്യും. മറ്റുള്ളവരുടെ മുമ്പ് വളരെ കൈൻഡ്നെസ്സും വളരെ കാര്യങ്ങളുമായിട്ടൊക്കെയാണ് പെരുമാറണമെങ്കിലും ഇവിടെ മനസ്സിലെപ്പോഴും ഒരു സ്വാർത്ഥ ചിന്താഗതി അല്ലെങ്കിൽ ഒരു സ്വാർത്ഥത മനോഭാവം ഉണ്ടായിരിക്കും. ഒരു വിദേശ രാജ്യത്ത് പോകുന്നവർക്ക് വളരെ നല്ലതാണ്. എക്സാം എഴുതുന്നവർക്ക് വളരെ നല്ലതാണ്. അവർക്ക് ഉന്നത വിജയം തന്നെ നേടാൻ സാധിക്കും. ഇത് ഇത്രയും കാര്യങ്ങൾ കാർത്തിക നക്ഷത്രം
വളരെയധികം ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഉത്തര നക്ഷത്രക്കാർക്ക് കണ്ടകശനിയാണ്. ഉത്തര നക്ഷത്രക്കാർക്ക് കണ്ടകശനിയാണ് 7ാം ഭാവത്തിൽ. അപ്പോൾ 7ാം ഭാവത്തിൽ കണ്ടകശനി ആയത് കാരണം അത് 1, 2, 3, 4 പാദങ്ങൾത്തിനും കണ്ടകശനിയാണ്. അപ്പോൾ കണ്ടകശനി ആയത് കാരണം ഇവർ പൈസ മുടക്കി ഒന്നും ചെയ്യരുത്. തൽക്കാലം ഇവർ ബിസിനസ്സുകളിൽ നിന്നൊക്കെ ഒന്ന് ഒഴിവായി നിൽക്കുന്നതായിരിക്കും നല്ലത്. ഇവർക്ക് പൊതുവെ തൊഴിൽ ചെയ്യുന്നത് നല്ലതായിരിക്കാം. ഇവർ ആശുപത്രി വാസത്തിനൊക്കെ ഉള്ള ചാൻസ് ഇവർക്ക് വളരെ കൂടുതലായിട്ടാണ് ഉള്ളത്. വീഴ്ചയോ അപകടങ്ങളോ ഒന്നും പറ്റാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം. പിന്നെ ഇവിടെ 7ാം ഭാവത്തിലാണ് വരുന്നത്. 7ാം ഭാവം എന്ന് പറയുന്നത് വിവാഹ ജീവിതവും മറ്റു ബന്ധപ്പെട്ടിട്ടുള്ള ഭാഗമാണ്. അപ്പോൾ ആ ഭാഗത്തിൽ വീഴ്ചകളോ പ്രയാസങ്ങളോ വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. സന്താനങ്ങളിൽ നിന്നും കലഹം ഉണ്ടാവാതിരിക്കാനും വളരെയധികം ശ്രദ്ധിക്കണം. സന്താനങ്ങൾ മറ്റ് സ്വത്ത് തർക്കമോ അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരാം. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കണം. ഇത്തരം നാളുകാർ ആരോഗ്യസ്ഥിതി വളരെയധികം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. പല യാത്രകളും മുടങ്ങിപ്പോകാനുള്ള ചാൻസസ് ഉണ്ട്. ദൂരയാത്രകളിൽ ചില സമയം എന്തെങ്കിലും കാരണം കൊണ്ട് അത് മുടങ്ങിപ്പോവാം. അപ്പോൾ അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി മുന്നോട്ട് പോകണം. ചില സ്ഥലങ്ങളിൽ വന്നവർക്ക് തിരിച്ചു പോകുവാൻ ചിലപ്പോൾ സമയമെടുത്തെന്നിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. എല്ലാത്തിനും ഒരു തടസ്സത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് വരുന്നത്. അത് വളരെ ശ്രദ്ധിക്കണം ഉത്തര നക്ഷത്രക്കാർ. ഈ ജ്യോതിഷം, ജാതകം ഇതൊക്കെ വഴികാട്ടിയാണ്. മനുഷ്യന് കാര്യങ്ങൾ മുൻകൂട്ടി പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു ഇതാണ് ജ്യോതിഷം. അപ്പോൾ അതുകൊണ്ട് ഉത്തര നക്ഷത്രക്കാർ വളരെയധികം ശ്രദ്ധിക്കണം. നല്ല സ്നേഹത്തിലിരിക്കുന്നവരുമായിട്ട് ശത്രുത ഉണ്ടാവാം. ബന്ധുക്കളുമായിട്ട് സഹോദരങ്ങൾ തമ്മിൽ വഴക്കും കലഹമൊക്കെ ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇതവർ വളരെ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകണം. അടുത്ത 3ാമത് വരുന്ന നക്ഷത്രം ഉത്രാട നക്ഷത്രമാണ്. ഉത്രാട നക്ഷത്രം മകരത്തിൽ വരുന്ന ഉത്രാട നക്ഷത്രത്തിനെ സംബന്ധിച്ചോളം അവർക്ക് 7ാം ശനി കാലമാണ്. കുംഭത്തിലാണ് ശനി നിൽക്കുന്നത്. മകരത്തിൽ വരുന്ന ഉത്രാട നക്ഷത്രക്കാർക്ക് ഇതാണ് വരുന്നത് 7ാം ശനി കാലമാണ്. പക്ഷേ ധനുമാസത്തിലുള്ളവർക്ക് വലിയ കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ 2 പാർട്ടായിട്ടാണ് വരുന്നത്. ധനുരാശിയിൽ വരുന്ന ഉത്രാട നക്ഷത്രത്തിന് വളരെ ഗംഭീരമായിട്ടുള്ളൊരു സമയമാണ്. അവരെ സംബന്ധിച്ചോളം കേസ് വഴക്കുകളിലൊക്കെ വിജയിക്കാനുള്ള യോഗമാണ് വരുന്നത്. അവരുടെ അധ്വാനത്തിൻ്റെ ഫലം അവർക്കുണ്ടാവും. തീർച്ചയായും അവരുടെ സമൂഹം അവരെ ആദരിക്കും. പക്ഷെ മകരരാശിയിൽ വരുന്നവർക്ക് ഇടയ്ക്കിടയ്ക്ക് പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. പോരാത്തതുകൊണ്ട് അവരുടെ ധനം ചോർന്നു പോകാനുള്ള ചാൻസസ് ഉണ്ട്. അവരുടെ മറ്റുള്ളവർ പറ്റിച്ചുകൊണ്ട് പോകാനുള്ള ചാൻസസ് ഉണ്ട്. അതൊക്കെ അവർ ശ്രദ്ധിക്കണം. ധനവീഴ്ചകൾ ഒരുപാട് സംഭവിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലായിട്ടാണ് കാണുന്നത്. പിന്നെ വന്നിട്ട് പണം ചിലവാക്കിയിട്ടും അതിൻ്റെ ഫലം കിട്ടാതിരിക്കാനുള്ള ചാൻസും ഉണ്ട്. പക്ഷെ ധനുമാസത്തിൽ അവർക്ക് വളരെ നല്ല സമയമായിട്ടാണ് പൊതുവെ കാണുന്നത്. അവർക്ക് എല്ലാ കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ പൊതുവേ ഉത്രാടത്തിൻ്റെ ജീവിതം ഒരു സമ്മിശ്രമായിട്ടുള്ളൊരു ജീവിതമാണ്. ഇവർക്ക് 3 ദിവസം കൊള്ളാമെങ്കിൽ 4 ദിവസം കൊള്ളില്ല, 4 ദിവസം കൊള്ളാമെങ്കിൽ 3 ദിവസം കൊള്ളില്ല. ഇതൊക്കെയാണ് ഇവരുടെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഉത്രാട നക്ഷത്രക്കാർ പരീക്ഷയ്ക്ക് എഴുതുന്നവരാണെങ്കിൽ അവർക്ക് നല്ലതാണ്. നല്ല റിസൾട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. അത് ധനുവിലുള്ളവരാണെങ്കിൽ അവർക്ക് കുറച്ച് കൂടുതൽ അവർ പ്രതീക്ഷിച്ചതിനേക്കാളും മാർക്കൊക്കെ സ്കോർ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അവരിത് എടുത്തു ചാടരുത്. 2 പ്രാവശ്യം ആലോചിക്കണം. സ്ത്രീകൾ പ്രത്യേകിച്ച് ദൈവ ചൈതന്യം വർദ്ധിപ്പിക്കേണ്ടത് ആവശ്യമായിട്ടാണ് കാണുന്നത്. അല്ലാതെ ഇവർക്ക് വേറെ കുഴപ്പങ്ങളൊന്നും ഉള്ളതായിട്ട് കാണുന്നില്ല. ഇവർ പൂർണ്ണമായും ശിവഭക്തരാവുന്നത് വളരെ നല്ലതാണ്. സൂര്യദശയിൽ ജനിച്ചവർ ശിവഭഗവാനെ ഭജിക്കുന്നത് വളരെ നല്ലതാണ്. ഒരു ദശാനാഥനിൽ 3 നക്ഷത്രങ്ങൾ, അതിനെയാണ് നമ്മൾ സഹോദര നക്ഷത്രങ്ങളെന്ന് പറയുന്നത്. അപ്രകാരം അടുത്തത് നമ്മൾ പറയാനുള്ളത് രോഹിണി, അത്തം, തിരുവോണം, ചന്ദ്രദശ. സൂര്യദശയിലുള്ള നക്ഷത്രങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഉത്തരം, കാർത്തിക, ഉത്രാടം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അടുത്തത് ചന്ദ്രദശയിലുള്ള നക്ഷത്രങ്ങളാണ്. ചന്ദ്രദശയിലുള്ള നക്ഷത്രങ്ങളാണ് രോഹിണി, അത്തം, തിരുവോണം. അപ്പോൾ ഈ ചന്ദ്രനൊരു പ്രത്യേകതയുണ്ട്. ചന്ദ്രൻ മാതൃകാരകത്തിനാണ്, പിതൃകാരകത്തിനാണ് സൂര്യൻ. അപ്പോൾ മാതൃകാരകത്തിനായ ചന്ദ്രനെക്കുറിച്ച് പറയുമ്പോൾ ചന്ദ്രൻ മനസ്സിനെ സൂചിപ്പിക്കുന്നു. ചന്ദ്രന് വലിയ പ്രാധാന്യമുണ്ട്. ഈ 3 നക്ഷത്രക്കാർക്ക് കാര്യങ്ങൾ മനസ്സിലാണ് സൂക്ഷിച്ചു പോകുന്നത്. നോക്കൂ, ചന്ദ്രനും സൂര്യനും ഭൂമിയുമാണ് നമ്മളെ സ്വാധീനിക്കുന്നത്. അല്ലാതെ വേറെയുള്ള ഗ്രഹങ്ങളൊക്കെ ഇവർ മുഖാന്തരമാണ് നമ്മളെ സ്വാധീനിക്കുന്നത്. അത് ജ്യോതിഷത്തിനകത്ത് നമുക്ക് വ്യക്തമായിട്ട് അറിയണം. എങ്കിലേ നമുക്ക് ജ്യോതിഷം ഷാർപ്പായിട്ട് പറയാൻ പറ്റുള്ളൂ. കലിയുഗ ജ്യോതിഷം അത് ഷാർപ്പായിട്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇതുപോലുള്ള പ്രവചനങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ വരുന്ന എല്ലാവർക്കും
അവരെല്ലാം പറയുന്നത് നമ്മളാണ് കാര്യങ്ങൾ അങ്ങോട്ട് പറയുന്നത്. അപ്പോൾ പൂർണ്ണമായിട്ട് തന്നെ അവരെ കാര്യങ്ങൾ നമ്മൾ പറയും. അവരൊന്നും പറയണ്ട, ഡേറ്റ തന്നിട്ട് വെറുതെ ഇരുന്നാൽ മതി. അപ്പോൾ ഈ ചന്ദ്രൻ കാരകത്വനായിട്ട് വരുന്ന, ചന്ദ്രൻ ദശാനാഥനായിട്ട് വരുന്ന നക്ഷത്രങ്ങളാണ് രോഹിണി, അത്തം, തിരുവോണം. ഇവരെപ്പോഴും ഇവരുടെ മനസ്സ് സങ്കുചിത മനോഭാവമുള്ളവരും സ്വാർത്ഥതയുള്ളവരും ആയിരിക്കും. കാര്യങ്ങൾ കാണാൻ പതിവിൽ കൂടുതൽ സ്നേഹപ്രകടനം നടത്തുന്നവരായിരിക്കും ഈ ചന്ദ്രദശയിലുള്ള നക്ഷത്രക്കാർ. അങ്ങനെയാണ് ഇവരുടെ രീതി. അപ്പോൾ അപ്രകാരം ഇപ്പോൾ രോഹിണി നക്ഷത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ രോഹിണി നക്ഷത്രത്തിന് ഇപ്പോൾ കണ്ടാശനിയാണ്. ഇടവൻ രാശിയിൽ വരുന്ന രോഹിണി നക്ഷത്രത്തിന് 10ാം ഭാവത്തിൽ കണ്ടാശനിയായിട്ടാണ് കാണുന്നത്. തീർച്ചയായും അവർ വളരെയധികം ശ്രദ്ധിക്കണം. വിഷുഫലമനുസരിച്ച് അവരുടെ കാര്യങ്ങൾ നോക്കുന്ന സമയത്തും അവർക്ക് കുറച്ച് പ്രയാസങ്ങളുള്ള ഒരു ഇതായിട്ടാണ് കാണുന്നത്. ഇവർക്ക് ശത്രുത ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇവർ ശത്രുക്കളെ ശ്രദ്ധിക്കണം. ഇവർ തന്നെ ശത്രുക്കളെ ഉണ്ടാക്കും, അത് വേറൊരു കാര്യമാണ്. ഇവരുടെ ചില അണ്ടർ കട്ടിങ് അല്ലെങ്കിൽ ഇവരുടെ ചില മനസ്സിനകത്ത് കാര്യങ്ങൾ വെച്ചിട്ട് മറ്റുള്ളവരെ കറക്കിയെടുക്കാൻ ശ്രമിക്കും. അത് ആ കള്ളത്തിനെ അവർ കണ്ടുപിടിക്കുമ്പോൾ ഇവർക്കെതിരെ അവർ പ്രവർത്തിക്കും. അപ്പോൾ അതൊന്ന് സൂക്ഷിക്കണം. പൊതുവേ ഇവർ നല്ല പിള്ള ചമഞ്ഞ് നിൽക്കുന്ന ഒരു കൂട്ടരാണ്. പൊതുവെ കാര്യങ്ങൾ മനസ്സിലൊന്ന് കാണും. പിന്നെ മറ്റുള്ളവർക്ക് മനസ്സിലാവാത്ത രീതിയിൽ അത് കൊണ്ടുവരാൻ ഇവർ ശ്രമിക്കും. അത് ഇവരുടെ ഒരു ഭാഗമാണ്. വഴി പോണ വയ്യാവലിയൊന്നും പിടിച്ച് തലയിൽ വെക്കരുത്. ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ വളരെ ശ്രദ്ധയുണ്ടായിരിക്കണം. ശ്രദ്ധയോടുകൂടിയേ ചെയ്യാൻ പാടുള്ളൂ. ധനം ഇറക്കരുത്. ഇവർ ധനമോഹികളാണ്. അപ്രകാരം ധനം കിട്ടുമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ കയ്യിലുള്ള ധനം കൂടെ നശിപ്പിച്ച് കളയും. അപ്പോൾ അത് ശ്രദ്ധിക്കണം. പലരും വന്ന് ഐഡിയ തരും. അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമായിട്ടാണ്. ഇതാണ് രോഹിണി നക്ഷത്രത്തിനെ കുറിച്ച് പറയാനുള്ളത്. അടുത്ത അത്ത നക്ഷത്രമാണ്. അത്ത നക്ഷത്രത്തിൻ്റെ കണ്ടാശനി കഴിഞ്ഞു. ഇപ്പോൾ അത്ത നക്ഷത്രത്തിന് കണ്ടാശനി ഇല്ല. അത്ത നക്ഷത്രത്തിൻ്റെ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് അവർ പുതിയ സംരംഭങ്ങൾ അവർക്ക് തുടങ്ങാം. അവർക്ക് വിദേശ രാജ്യത്ത് പോകണവർക്ക് വിദേശ രാജ്യത്ത് പോകാം. മുടങ്ങിക്കിടക്കുന്ന പല കാര്യങ്ങളും ശരിയായി വരാനുള്ള ചാൻസസ് ഉണ്ട്. പൊതുവെ അത്ത നക്ഷത്രക്കാർ സ്വാർത്ഥതയുള്ളവരാണ്. അവരും ഇതുപോലെ കാര്യങ്ങൾ മനസ്സിൽ വെച്ചേക്കും. അവരുടെ കാര്യങ്ങൾ നടത്തിയെടുക്കും. അത് കാരണം അവരുടെ ലൈഫിനകത്തൊരു പൂർണ്ണത കിട്ടില്ല. അവർ കുറച്ച് ബോഷായിട്ട് ജീവിക്കുന്നവരാണ്. അവർ കുറച്ച് ലാവിഷായിട്ട് ജീവിക്കുന്നവരാണ്. അവർ കുറച്ച് ദുർശീലങ്ങളുള്ളവരുമാണ്. അപ്പോൾ ചിലർക്ക് ധനം എങ്ങനെ ചിലവായി പോകണമെന്ന് മറ്റുള്ളവർക്ക് അറിയില്ല. പക്ഷേ ഇവരുടെ കള്ളത്തനങ്ങൾ ഇവർ ഒളിച്ച് തന്നെ വെച്ചേക്കും. ഇവരൊരിക്കലും തിരിച്ചു പറയില്ല. അപ്പോൾ ഈ ചില കാര്യങ്ങളുണ്ട്, ചിലത് തുറന്നു പറയുമ്പോൾ അവർക്ക് എൻ്റെ അടുത്ത് വിരോധം തോന്നും. അതൊന്നും ഞാൻ നോക്കാറില്ല. ശിവദീക്ഷ എടുത്ത ഞാൻ അതിനെക്കുറിച്ചൊന്നും ശ്രദ്ധിക്കാറില്ല. ഒരു സൈഡിൽ ശത്രുക്കളുണ്ടാവും, ഒരു സൈഡിൽ മിത്രങ്ങളുണ്ടാവും. പക്ഷേ എല്ലാം ഓപ്പണായിട്ട് തന്നെ പറയും. നമ്മളെ ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെടുക, അല്ലാത്തവർ ഇഷ്ടപ്പെടണ്ട. ആരെങ്കിലും അല്ലാതെ എല്ലാ പേരും ഇതുപോലെ ഓരോന്നിനെക്കുറിച്ച് ഇങ്ങനെ നല്ലത് മാത്രം പറയും. അതല്ല, ഉള്ളതുപോലെ തന്നെയാണ് പറയണം. അപ്പോൾ ഇവർ കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഇവർക്ക് മാത്രം ബുദ്ധിയുണ്ട്, മറ്റുള്ളവർക്ക് ബുദ്ധിയില്ല എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടരാണ്. ഇവർ സ്വയം നന്നാവാൻ ശ്രമിക്കും. പക്ഷേ ഇവരുടെ ജീവിതം സമ്മിശ്രമാണ്. അതാണ് ഇവരുടെ കാര്യം. ഇവർ കാശ് ഉണ്ടാക്കിയാലും അതിനെ കൊണ്ടുപോയി നശിപ്പിക്കും. അതാണ് വേറൊരു കാര്യം. ധനത്തിനോട് സ്നേഹമുള്ളവരാണ്. പക്ഷേ ഒരു സങ്കുചിത മനോഭാവമാണ്. ഒരു സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ ആ കിണറ്റിലെ തവളകളെ പോലെ ജീവിക്കും. പക്ഷെ നല്ല ഉയർന്നു വരുന്ന അത്ത നക്ഷത്രങ്ങളുണ്ട്. ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ തീർച്ചയായും ഉയർന്നു വരും. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് തിരുവോണമാണ്. തിരുവോണത്തിനെ സംബന്ധിച്ചോളം അവർക്ക് 7-2 ശനിയുടെ കാലമാണ്. 7.5 ശനി കാലത്തിലൂടെയാണ് വരുന്നത്. പക്ഷേ അവർ ശനിയുടെ രാശിയിലാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് അവർക്ക് വലുതായിട്ട് എഫക്റ്റ് ചെയ്യില്ല. അവരുടെ ജീവിതം സമ്മിശ്രമായിട്ടായിരിക്കും അവർക്ക് പോകുന്നത്. പക്ഷേ അവർ സ്ത്രീകളുമായിട്ട് ഇടപഴകുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഈ സമയങ്ങളിൽ സ്ത്രീകൾ ശത്രുഭാവത്തിലൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. സ്ത്രീകൾക്ക് വേണ്ടി ധനം ചിലവാക്കേണ്ടതായിട്ടുണ്ട്. സ്ത്രീകളുമായിട്ട് ഇടപഴകുമ്പോൾ വളരെ സൂക്ഷിക്കണം. പേര് ദോഷമോ കാര്യങ്ങളോ ഒന്നും വരാതിരിക്കാൻ അവർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. കർമ്മ പുരോഗതി അവർക്ക് എന്തായാലും ഉണ്ടാവും. ധനം വരുന്ന സമയത്ത് അവരതിന് കൂടുതൽ ചിലവിലേക്ക് പോവും, ആർഭാടത്തിലേക്ക് പോവും, എല്ലാം ചെയ്യും. അപ്പോൾ അവർ ഇതുപോലെയാണ്. തെറ്റുകൾ വരുമ്പോൾ അത് മറ്റുള്ളവരുടെ തലയിൽ വെച്ച് കൊടുക്കും. ശരിയും സൗഭാഗ്യവും വരുമ്പോൾ അത് സ്വന്തം കഴിവുകൊണ്ടാണെന്ന് അവർ ചിന്തിക്കും. അവർ പ്രത്യേകിച്ച് കുരങ്ങന്മാരുടെ സ്വഭാവമാണ്. പെട്ടെന്ന് ഇങ്ങനെ മാറും, വ്യതിചലിക്കും. അവരെ ഒരു രീതിയിലേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ചന്ദ്രദശയിൽ ജനിച്ച ഈ 3 നക്ഷത്രത്തിന് ഡിപ്രഷനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാതെയും കൂടെ നോക്കണം. അത് കോമണായിട്ട് പറഞ്ഞതാണ്. ഈ അമാവാസി ദിവസങ്ങളിലൊക്കെ ചന്ദ്രദശയിൽ ജനിച്ചവർ പൊതുവെ മൂഡ് ഔട്ടായിരിക്കും. അത് സ്വാഭാവികമായിട്ട് അങ്ങനെയാണ്. അത് ചന്ദ്രൻ മനസ്സിനെ സൂചിപ്പിക്കുന്നു.
ഇപ്പോൾ ചിത്തഭ്രമമുള്ളവർക്കൊക്കെ അമാവാസി ദിവസങ്ങളിൽ കർത്തവാവിനൊക്കെ ഭയങ്കരമായിട്ട് വയലൻ്റ് ആവും. അത് ചന്ദ്രൻ്റെ കറക്റ്റായിട്ട് ചന്ദ്രൻ മനുഷ്യനെ സ്വാധീനിക്കുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. 5000 വർഷങ്ങൾക്ക് മുമ്പ് ആചാര്യന്മാരത് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു. ഒന്ന് നോക്കിയേ. അതാണ് നമ്മുടെ ഭാരത സംസ്കാരവും ഭാരതത്തിലെ ആചാര്യന്മാരുടെ കഴിവും. 5ാമത്തെ ദശാനാഥൻ കുജനാണ്. കുജൻ എന്ന് പറഞ്ഞാൽ ചൊവ്വയാണ് അടുത്ത ദശാനാഥൻ. അതിൽ വരുന്ന 3 നക്ഷത്രങ്ങളാണ് മഹീരം, ചിത്തിര, അവിട്ടം. ഈ 3 നക്ഷത്രങ്ങൾ അതിനകത്ത് വരുന്ന നക്ഷത്രങ്ങളാണ്, സഹോദര നക്ഷത്രങ്ങളാണ്. കുജൻ എന്ന് പറയുമ്പം തന്നെ എടുത്തു ചാടുന്ന ആൾക്കാരാണ്. കുജനിലുള്ളവർ സ്വയം നാശം വിതയ്ക്കുന്നവരാണ്. കുറച്ച് അസൂയ മനോഭാവമുള്ളവരാണ്. ഞാനെന്ന ഭാവം അവരിൽ കൂടുതലായിട്ട് കാണും. അപ്പോൾ ഇത് സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരെ സ്നേഹിക്കുന്നവരെ പോലും ഒറ്റുകൊടുക്കും. അപ്പോൾ അത് നമ്മൾ നോക്കണം. ഇത് കോമണായിട്ട് ഔട്ട്ലൈനായിട്ട് പറഞ്ഞു. അപ്രകാരം പിന്നെ നമുക്ക് ആദ്യം വരുന്ന മകീര നക്ഷത്രമാണ്. മകീരം ദേവഗണത്തിലുള്ളൊരു നക്ഷത്രമാണ്. കുജനാണ് ദശാനാഥനായിട്ട് വരുന്നത്. ഇതും കുജൻ നക്ഷത്രം. കുജൻ്റെ രാശിയിലുള്ള ഇവർക്ക് 3ഉം 4ഉം പാദക്കാർക്ക് കുഴപ്പമില്ല. മകീരത്തിൻ്റെ 1ഉം 2ഉം പാദക്കാർക്ക് കണ്ടാശനിയാണ്. അപ്പോൾ ഇവരത് വളരെ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകണം. ഈ കണ്ടാശനിയുള്ള ഇവർ ഓരോ കാര്യങ്ങൾ പ്രയാസങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ഇവരുടെ ഒരു രീതി അങ്ങനെയാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചൊറിഞ്ഞുകൊണ്ടേയിരിക്കും. അത് ഈ 3 നക്ഷത്രക്കാർക്കും അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. അവരാവശ്യമില്ലാത്ത കാര്യങ്ങൾ കുറച്ച് ദിവസം നല്ലതായിട്ട് പോകണമെങ്കിൽ കുറച്ച് ദിവസം ഇവർക്ക് മോശമായിട്ട് പോയില്ലെങ്കിൽ എന്തോ ഒരു വിഷമമുള്ളത് പോലെയാണ്. ഇവർ കുറച്ച് വഴക്കാളികളായിരിക്കും കുടുംബത്തിൽ, എന്നാലും കുടുംബസ്നേഹികളായിരിക്കും. പൊതുവേ ഈ മകീര നക്ഷത്രത്തിലുള്ളവർ ദുർശീലങ്ങളിൽ അടിമപ്പെടുന്നവരും ആയിരിക്കും. അത് മകീര നക്ഷത്രം അങ്ങനെ ഒരു രീതിയും കൂടെ ഉണ്ട്. അവർ കാര്യങ്ങൾ മനസ്സിലും കൂടെ വച്ചിരിക്കും, സൂക്ഷിച്ച് പോവും. മകീര നക്ഷത്രത്തിനെ സംബന്ധിച്ചോളം ഈ പ്രാവശ്യം നല്ലതായിട്ട് ഉണ്ട്. പക്ഷേ വിവാഹ ജീവിതത്തിൽ പ്രയാസങ്ങളോ ഇണയുമായിട്ട് അടിയോ ബഹളമൊന്നും ഉണ്ടാകാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കണം. അത് ആദ്യത്തെ 1ഉം 2ഉം പാദങ്ങളാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. 3ഉം 4ഉം പാദത്തിന് കുഴപ്പമുള്ളതായിട്ട് കാണുന്നില്ല. അപ്പോൾ ഈ 1ഉം 2ഉം പാദം വളരെ ഷാർപ്പായിട്ട് 2 പ്രാവശ്യം ആലോചിച്ചേ കാര്യങ്ങൾ ചെയ്യാവൂ. അവർക്ക് പൊതുവേ ധനശേഷിയിൽ ഉയർച്ചയൊക്കെ ഉണ്ടാവും, പക്ഷെ സമാധാനക്കേടായിരിക്കും, ഉറക്കം കിട്ടത്തില്ല. അങ്ങനെയാണ്. ഒരു പ്രശ്നം മാറി വേറൊരു പ്രശ്നം മാറുമ്പോൾ വേറൊരു പ്രശ്നം. അതാണ് അവരിപ്പോൾ അഭിമുഖീകരിക്കാൻ പോകുന്നത്. സ്വാഭാവികമായിട്ട് അവരുടെ തൊഴിൽ മേഖലയും വളരെയധികം ശ്രദ്ധിക്കണം. തൊഴിലിടത്തും പ്രോബ്ലങ്ങൾ വരാം. തൊഴിലിടത്ത് ശത്രുക്കൾ ഉണ്ടാവാം. മിത്രങ്ങൾ ശത്രുക്കളായിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട്. സ്വാഭാവികമായിട്ട് ഈ 1ഉം 2ഉം ഭാഗത്തിലുള്ളവർ കുറച്ച് ശ്രദ്ധിക്കണം. 3ഉം 4ഉം ഭാഗത്തിലുള്ളവർക്ക് വലിയ കുഴപ്പമില്ലാതെ അവർ മുന്നോട്ട് പോകും. അത് അവരുടെ ഇതനുസരിച്ച് അവർക്ക് നല്ല സമയത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. അവർക്ക് അനുകൂലമായിട്ടുള്ള അവസ്ഥകളുണ്ടാവും. ഭൂമിയൊക്കെ മേടിക്കാൻ അവർക്ക് സൗകര്യമുണ്ട്. നമ്മുടെ വാഹനങ്ങളൊക്കെ വാങ്ങാം. ഇത് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കണമെങ്കിൽ വളരെ ശ്രദ്ധിക്കണം. ലോണുകാർ വന്ന് ക്ലിപ്പ് ചെയ്യും. ചില ഗഡുക്കളൊക്കെ മുടങ്ങിപ്പോവും. അതും വളരെ ശ്രദ്ധിക്കണം. പിന്നെ ഇവർ കുറച്ച് അലസര ആണ്. ആദ്യം തേജായിരിക്കും, പിന്നെ പതുക്കെ ക്രമേണ അലസരായി മാറും. അത് ഇവരുടെ ഒരു രീതിയാണ്. പൊതുവെ ഇവർക്ക് 1ഉം 2ഉം പാദങ്ങൾ ഒഴിച്ച് 3ഉം 4ഉം പാദത്തിലുള്ളവർക്ക് വളരെ നല്ലതും 1ഉം 2ഉം പാദത്തിലുള്ളവർ വളരെ ശ്രദ്ധിക്കുകയും വേണം. അത് വിഷുവിനെ സംബന്ധിച്ചോളം ഇവർ കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഇവർ പുതിയതായിട്ട് കാശ് മുടക്കി ഒന്നും ചെയ്യരുത്. ഇവർ കുറച്ച് തൊഴിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. ചിലപ്പോൾ സമയം തൊഴിൽ ഉപേക്ഷിക്കണമെന്നൊരു ചിന്താഗതി വരും. ഒരു കാരണവശാലും അത് ഉപേക്ഷിക്കരുത്. പുതിയ തൊഴിലിലേക്ക് പ്രവേശിക്കണമെങ്കിൽ പോലും നിങ്ങൾ അത് ഒരു പുതിയ ജോലിയിൽ ജോയിൻ ചെയ്തിട്ട് പഴയ സ്ഥലത്ത് ലീവ് എഴുതി കൊടുത്തിട്ടേ പോകാം. ഇല്ലെങ്കിൽ അപ്രതീക്ഷിതമായി ശത്രുക്കളൊക്കെ ഉണ്ടാകുന്ന കാരണം കുറച്ച് പ്രയാസം വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മകീര നക്ഷത്രം ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞാൽ വരുന്നത് ചിത്തിര നക്ഷത്രമാണ്. ചിത്തിര നക്ഷത്രം അസുരഗണത്തിലാണ് വരുന്നത്. അവരെ സംബന്ധിച്ചോളം, ചിത്തിരയെ സംബന്ധിച്ചോളം അവരുടെ കണ്ടകശനിയൊക്കെ ഒന്ന് മാറി അവരിപ്പോൾ നല്ലൊരവസ്ഥയിലേക്കാണ് പോകുന്നത്. അവർ ഉയർച്ചയുണ്ട്. അവർ പുതിയ രീതിയിൽ ജീവിതം തിരിച്ചു പിടിക്കും. അവർക്ക് സന്തോഷകരമായ ജീവിതം ഉണ്ടാവും. അവർക്ക് കാര്യങ്ങൾ നേരിട്ട് വരും. അവരെ അന്വേഷിച്ച് വരും ഓരോ കാര്യങ്ങൾ. അവർ ക്രമേണ ഇറങ്ങിത്തിരിച്ചാൽ മുടങ്ങിക്കിടക്കുന്ന പല കാര്യങ്ങളും അവർക്ക് നല്ലതായിട്ട് തന്നെ വരും. ചിത്തിരയെ സംബന്ധിച്ചോളം കുറച്ച് നല്ല സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇവർ പുതിയ സംരംഭങ്ങൾ തുടങ്ങണം. പുതിയ കൂട്ടുകെട്ടുകൾ തുടങ്ങുമ്പോൾ അനുയോജ്യമായൊരു മാറ്റേ കൂട്ടുകെട്ട് പാടുള്ളൂ. അസുരഗണത്തിലുള്ളവരുമായിട്ട് കൂട്ടുകൂടാം, ദേവഗണത്തിലുള്ളവരുമായിട്ട് കൂട്ടുകൂടരുത്. പലതും അവർ വേണ്ട എന്ന് വിചാരിച്ച് തുടങ്ങുന്നത് പോലും അവർ സക്സസ് ആവും. അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ സ്ത്രീകൾ ദൗദ്രഭാവത്തിൽ വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. അല്ലാതെ അവരെ സംബന്ധിച്ചോളം വേറെ കുഴപ്പമൊന്നുമില്ല. അവർക്ക് നല്ലതായിട്ട് തന്നെയാണ് കാണുന്നത്. അത് കഴിഞ്ഞാൽ അവിട്ട നക്ഷത്രത്തിൻ്റെ സമയം മോശമാണ്.
അവരുടെ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അവർക്ക് 7-2 ശനികാലമാണ് അവിട്ട നക്ഷത്രക്കാർക്കുള്ളത്. അപ്പോൾ ഈ അവിട്ട നക്ഷത്രക്കാർ അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അവിട്ട നക്ഷത്രക്കാർക്കൊരു സ്വഭാവമുണ്ട്, നല്ലതായിട്ട് പോകുമ്പോൾ അതിനെ ഇല്ലാതാക്കും. നല്ല രീതിയിൽ പോകുമ്പോൾ അത് എന്തെങ്കിലും കാര്യത്തിൽ പ്രശ്നങ്ങളിൽ ചെന്ന് ഇവർ തന്നെ ചാടി അതിന് പ്രയാസം വരുത്തും. പിന്നെ ഇവർക്ക് ചില കുഴിത്തരുമ്പ് സ്വഭാവങ്ങളൊക്കെ ഉണ്ട്. മറ്റുള്ളവരാരും അറിയില്ല. ഒരാളുടെ അടുത്ത് അവരെക്കുറിച്ച് നല്ലത് പറയും, അത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ അവരെ ശത്രുവാക്കിയാൽ ഇവർക്ക് അതുകൊണ്ട് പ്രയോജനമില്ലെങ്കിൽ അവർ സ്നേഹത്തോടെ നോക്കുന്നവർക്കെതിരെ പണി തുടങ്ങും. അതൊക്കെ ഈ ഒരു രീതിയാണ്. ഊമക്കത്തയക്കുക അങ്ങനെയൊക്കെയുള്ള രീതികളുണ്ട്. ഇവർ ഫ്രണ്ടിൽ വരാതെ ഒരു ഉള്ളുവലിഞ്ഞ് നിൽക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവരുടെ ഇവർ വളരെ ശ്രദ്ധിക്കണം. വിദേശ രാജ്യങ്ങളിൽ പോകാൻ വേണ്ടിയുള്ളവരാണെങ്കിൽ അവർക്ക് തടസ്സങ്ങൾ നേരിടേണ്ടതായിട്ട് വരും. പിന്നെ പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് 90% പേർക്ക് നല്ലത് തന്നെയാണ്. പക്ഷേ 10% പേർക്ക് കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും. അവർ പ്രയാസങ്ങൾ വരും. അങ്ങനെ പേപ്പർ മിസ്സിംഗ് ഒക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. എങ്കിലും ഇവർ ഭഗവാനെ പ്രാർത്ഥിച്ച്, വിശ്വാസികളാണെങ്കിൽ ദാനധർമ്മ കർമ്മങ്ങൾ ചെയ്യണം. ഭഗവാനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ ചൊവ്വാഴ്ച വരുന്ന ദിവസം ദാനധർമ്മ ചെയ്ത് കഷ്ടനഷ്ടത്തിൻ്റെ വ്യാപ്തി കുറയ്ക്കണം. അത് ഇവർക്ക് കുറച്ച് സ്വാർത്ഥതയുണ്ട്, നന്നാവണം എന്നുള്ള ആഗ്രഹമാണ് എല്ലാ മനുഷ്യർക്കും ഉള്ളതുപോലെ തന്നെ ഇവർക്ക് കാശുണ്ടാക്കണം. പക്ഷേ ഇവരെന്നും കടക്കാറായിരിക്കും. അതാണ് ഇവരുടെ ഒരു കാര്യം. ഇവരുടെ ജീവിതത്തിൽ പകുതി കൂടുതൽ പേരും കടക്കാറായിരിക്കും. വലിയ പൈസക്കാർ പോലും കടക്കാറാണ്. അതാണ് ഇവരുടെ ഒരു രീതി. ഇവർ വിചാരിച്ച രീതിയിൽ ഉയർച്ചയൊന്നുമില്ല. ഇവർക്ക് ഒരു 55 വയസ്സിന് ശേഷമാണ് ഇവരുടെ ജീവിതത്തിൽ നല്ല രീതിയിൽ ഉയർച്ച ഉണ്ടാകുന്നത്. അതുവരെ ഇവർ ജീവിതത്തോട് പൊരുതി തന്നെ പോകണം. രാഹുർ ദശാനാഥനായിട്ട് വരുന്ന 3 നക്ഷത്രങ്ങളാണ് തിരുവാതിര, ചോതി, ചതയം. അപ്പോൾ തിരുവാതിര നക്ഷത്രം ഭഗവാന്റെ നക്ഷത്രമാണ്. പിന്നെ ചോതി, ചതയം അനുബന്ധ നക്ഷത്രമാണ്. ഈ ഒരു ദശാനാഥനൊരു പ്രത്യേകതയുണ്ട്. ഈ നക്ഷത്രങ്ങളിൽ ഒന്ന് മനുഷ്യഗണമാണ്. തിരുവാതിര മനുഷ്യഗണം, ചോതി ദേവഗണം, അസുരൻ, ചതയം അസുരഗണം. അപ്പോൾ ഈ 3 നക്ഷത്രങ്ങൾ സഹോദര നക്ഷത്രങ്ങളാണ്. അപ്പോൾ ഇവർ 3 പേരും ചേർന്ന് പല കാര്യങ്ങളും ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇവരാണ് അനുബന്ധ നക്ഷത്രം. ഇവിടെ ദശാനാഥൻ രാഹുറാണ്. ഇപ്പോൾ രാഹുറിനെ സംബന്ധിച്ചുള്ളൊരു കുഴപ്പമുണ്ട്. രാഹുർ സമയത്ത് നമ്മളൊന്നും ചെയ്യില്ല. ഈ രാഹുർ തടസ്സങ്ങളുണ്ടാക്കും എന്ന് പറയും. അതാണ് അതിൻ്റെ വിശ്വാസം. ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്കും അങ്ങനെയാണ്. തടസ്സങ്ങൾ വന്നതിന് ശേഷം അവർക്ക് നല്ലത് വരുള്ളൂ. തിരുവാതിര നക്ഷത്രം കണ്ടശനിയെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. തിരുവാതിര നക്ഷത്രത്തിന് നല്ല സമയമാണ്. തിരുവാതിര നക്ഷത്രം പൊതുവെ ശിവഭഗവാന്റെ നക്ഷത്രത്തിലാണ്, മനുഷ്യഗണത്തിലാണ് ജനിക്കുന്നത്. അപ്രകാരം തിരുവാതിര നക്ഷത്രത്തിനെ സംബന്ധിച്ചോളം ഇവർക്ക് ദേഷ്യ സ്വഭാവം കാര്യങ്ങളൊക്കെ കുറച്ചുണ്ട്. അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോകണം. ധനത്തിനോട് നല്ല സ്നേഹമുള്ളവരാണ്. ധനസമ്പാദനത്തിന് ചില സമയം കുറുക്കു വഴികളൊക്കെ അവലംബിച്ച് പ്രയാസങ്ങളിലേക്ക് ചെന്ന് ചാടും. തിരുവാതിര നക്ഷത്രക്കാർ വിവാഹം കഴിക്കുന്നവരാണെങ്കിൽ ഈ വർഷം വിവാഹം കഴിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. നോക്കിയും കണ്ട് മാത്രമേ വിവാഹം കഴിക്കാവുള്ളൂ. ചിലപ്പോൾ മുടങ്ങിപ്പോവും. പല വിവാഹാലോചനകളും മുടങ്ങിപ്പോകാനുള്ള ചാൻസ് അവർക്കുണ്ട്. ധനശേഷി ഉയരും. സാമ്പത്തിക സ്ഥിതിയിൽ ഉയർച്ച ഉണ്ടാവും. ചെയ്യുന്ന ബിസിനസ്സുകളിൽ പുരോഗതി ഉണ്ടാവും. പിന്നെ കാർഷിക മേഖലയിൽ നല്ലതുപോലെ ഉയരാൻ സാധിക്കും. ഇവർക്ക് വാഹനങ്ങൾ ഈ വർഷം നേടാൻ സാധിക്കും. ഈ വർഷം പൊതുവെ ഇവർ വാഹനങ്ങൾ നേടുന്നത് ഇവരെ സംബന്ധിച്ചോളം വളരെ നല്ലതായിരിക്കാനുള്ള ചാൻസ് കൂടുതലായിട്ടാണ് കാണുന്നത്. തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പ്രതീക്ഷിച്ചതിലും കൂടുതൽ മാർക്ക് കിട്ടാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അവർക്ക് പരീക്ഷയിൽ ഉന്നത വിജയം നേടാം. തൊഴിൽ ലഭിക്കാത്തവർക്ക് തൊഴിൽ ലഭിക്കാം. ഇപ്പം വെയിറ്റ് ലിസ്റ്റിലൊക്കെ ഉള്ളവർക്ക് കൺഫർമേഷനായി വരാം. തൊഴിലൊക്കെ കിട്ടാനുള്ള ചാൻസ് കൂടുതലായിട്ടാണ് കാണുന്നത്. പിന്നെ അടുത്ത രണ്ടാമത് വരുന്നത് ചോതി നക്ഷത്രം. ചോതി നക്ഷത്രത്തിൻ്റെ സ്റ്റാർ സമയമാണ്. പറയാൻ കാരണം അവർ കണ്ടകശനിയിൽ നിന്ന് മുക്തി നേടിയിരിക്കുകയാണ്. ഇപ്പം 2019 ജാനുവരി മുതൽ 2023 ജാനുവരി 17 വരെ അവർ കുറേ ബുദ്ധിമുട്ടിലും പ്രയാസങ്ങളിലൊക്കെ ചെന്ന് ചാടി. ഇപ്പോൾ ഇനി അവർക്ക് വളരെ നല്ല സമയമാണ്. അവർക്കെല്ലാം നേടാൻ പറ്റുന്ന സമയമാണ്. അവർക്കെല്ലാം നേടിയെടുക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. അവരേത് മേഖലയിൽ കാലുവെച്ചാലും ക്രമേണ അവർ നല്ലതുപോലെ രക്ഷപ്പെട്ടു വരും. പിന്നെ ഇവർക്ക് എപ്പോഴും ഒരു സപ്പോർട്ടിംഗ് ആയിട്ട് ഒരു ക്യാരക്ടർ ഉണ്ടായിരിക്കണം. ഒരു ഗോഡ് ഫാദറിലൂടെ ഇവർക്ക് വളർന്നു വരാൻ സാധിക്കുകയുള്ളൂ. അത് ഇവരുടെ വലിയൊരു കാര്യമാണ്. ഇവർ കാര്യങ്ങൾ മനസ്സിൽ വെച്ചിരിക്കുന്നതുകൊണ്ട് പുറത്ത് പ്രവർത്തിക്കുന്നതുകൊണ്ട്. പക്ഷേ ചില കാര്യങ്ങളിൽ ഇവർക്ക് ഫോൾട്ട് സംഭവിക്കുക. അത് ഈ രാഹുറിലുള്ള എല്ലാ നക്ഷത്രക്കാർക്കും അങ്ങനെയാണ്. അവർ ചിലപ്പോൾ നല്ലതെന്ന് പറഞ്ഞ് ചെയ്യുന്നത് അവർക്ക് മോശമായി പോകാനുള്ള ചാൻസ് ഉണ്ട്.
സ്വാഭാവികമായിട്ട് ഇവർ ബുദ്ധിശക്തിയും സാമർഥ്യവും കൂടിയ ആൾക്കാരാണ്. ഇവർ എല്ലാവരുടെ അടുത്തും ഒരു രീതിയിൽ പോവും. ആരെയും പെട്ടെന്ന് പിണക്കാൻ ഇഷ്ടപ്പെടില്ല. പക്ഷെ പിണക്കം വന്നാൽ ഇവർക്ക് ഭയങ്കര പിണക്കമാണ്. അവർക്ക് എങ്ങനെയും പണി കൊടുക്കും. നേരിട്ട് കൊടുത്തില്ലെങ്കിൽ അണ്ടർ കട്ടിങ്ങിലൂടെ പണി കൊടുക്കും. അതും അവരുടെ ഒരു സ്വഭാവമാണ്. അവർക്കൊരു വൈരാഗ്യവും ദേഷ്യമൊക്കെ ഉണ്ടാവും. ആനയെ പോലെയാണ്. അവരുടെ മനസ്സിനകത്ത് ഒതുക്കി വയ്ക്കും. അതും അവരുടെ ഒരു രീതിയാണ്. പക്ഷെ സ്നേഹിച്ചാൽ വളരെയധികം സ്നേഹമാണ്. ഇവരെ മനസ്സിലാക്കുന്നവരെ മറ്റുള്ളവർക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് എല്ലാ മേഖലയിലും ഒന്നെന്നല്ല എല്ലാ മേഖലയിലും പുരോഗതി ഉണ്ടാവും. സന്താനങ്ങൾ ആഗ്രഹിക്കുന്ന സന്താനങ്ങൾ ചിലപ്പോൾ ലഭിച്ചില്ല എന്നിരിക്കും. കാര്യം പെൺകുട്ടി ആഗ്രഹിക്കുന്നവർക്ക് ആൺകുട്ടിയായിപ്പോവും, ആൺകുട്ടി ആഗ്രഹിക്കുന്നവർക്ക് പെൺകുട്ടിയായിപ്പോവും. അപ്പോൾ സന്താനയോഗവും ഇവർക്ക് ഈ വർഷം കൂടുതലായിരിക്കും. പൊതുവെ ഇവർ തൊഴിൽ മേഖലയിലായാലും ബിസിനസ് മേഖലയിലായാലും നല്ലതുപോലെ പുരോഗമനം ഉണ്ടാവും. ചോദ്യയെ സംബന്ധിച്ചോളം കണ്ടകശനിക്ക് ശേഷം അവരുടെ വളർച്ച ആരംഭിക്കുകയാണ്. അടുത്തത് 3ാമത്തെ നക്ഷത്രമാണ്. അത് പറയുമ്പോൾ ഞാൻ ചിരിക്കും. കാര്യം എൻ്റെ നക്ഷത്രമാണ് ചതയ നക്ഷത്രം. പക്ഷേ പുകഴ്ത്തിയൊന്നും പറയില്ല, ഉള്ളതുപോലെ തന്നെ പറയും. അതും എൻ്റെ ഒരു സ്വഭാവമാണ്. ചതയ നക്ഷത്രത്തിനെ സംബന്ധിച്ചോളം ജന്മശനിയാണ്. അതായത് 7-2 ശനിയിൽ കുംഭരാശിയിൽ നിൽക്കുന്നത് കാരണം ജന്മശനിയായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ ഇവർ ശത്രുക്കൾ കൂടും. അത് ഇവർ വളരെ ശ്രദ്ധിക്കണം. ഇവരുടെ ചില പ്രവർത്തികൾ നല്ലത് ചെയ്താലും മറ്റുള്ളവർ തെറ്റിദ്ധരിക്കും. അതിവരുടെ വലിയൊരു കാര്യമാണ്. അത് ചതയ നക്ഷത്രം അങ്ങനെയാണ്. ശ്രീനാരായണ ഗുരുദേവനായാലും വലിയ ഒരുപാട് മഹാന്മാരുള്ള നക്ഷത്രമാണ്. അപ്പോൾ ഈ ചതയ നക്ഷത്രം രാഹുവിൻ്റെ യഥാർത്ഥ സ്വഭാവത്തിലുള്ള ഒരു നക്ഷത്രമാണ്. ഇവർക്ക് 3 ദിവസം നല്ലതാണെങ്കിൽ 2 ദിവസം മോശമാണ്. അപ്പോൾ ഈ ചതയ നക്ഷത്രക്കാർക്ക് ദാമ്പത്യപരമായിട്ടുള്ള പ്രോബ്ലങ്ങളൊക്കെ വരാം. ദാമ്പത്യ ജീവിതത്തിൽ വഴക്കും കാര്യങ്ങളൊക്കെ വരാം. പൊതുവേ ഇവരുടെ വിവാഹ ജീവിതം ഒരു പോരായ്മയായിരിക്കും. ഇവർ ജനിക്കുന്നത് മുതൽ മരിക്കുന്നത് വരെയും ഇവിടെ വിവാഹ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പോരായ്മ ഉണ്ടാവും. അത് സ്വാഭാവികമായിട്ട് അങ്ങനെയാണ്. അത് രാഹുറിൽ ജനിച്ചിട്ടുള്ള എല്ലാ പേർക്കും അങ്ങനെയാണ്. ശിവഭഗവാനും അങ്ങനെയാണ്. തിരുവാതിര ചോതി ചതയം. വിവാഹം കഴിയാത്തവർ കഴിയാതെ നിൽക്കും. വിവാഹം കഴിഞ്ഞവർ ഒന്നിൽ കൂടുതൽ വിവാഹബന്ധം ഉണ്ടാവാം. അപ്പം സ്വാഭാവികമായിട്ട് ഇവർ ബുദ്ധിശക്തി കൂടിയ ഒരു നക്ഷത്രമാണ്. ഇവർ കുതിരയാണ് ഇവരുടെ മൃഗം. എത്ര വലിയവനായാലും കുതിരപ്പുറത്തിരുന്നാൽ ദേഷ്യം വന്നാൽ തൂക്കി തറയിലടിക്കും. അത് കുതിരയുടെ ഒരു സ്വഭാവമാണ്. അതുപോലെ ചതയ നക്ഷത്രക്കാർ അങ്ങനെയാണ്. പക്ഷേ ഇവർ ഭയങ്കര ഭവ്യതയും കാര്യങ്ങൾ ജെന്യൂനായിട്ട് ചെയ്യുന്ന ഒരിതാണ്. അപ്രകാരം ഇവരെ കാണുന്ന മാത്രയിൽ പലർക്കും അസൂയയും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. ഇവർക്ക് ശത്രുക്കൾ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും വിട്ടുമാറില്ല. ഇവരൊരു നോട്ടം കൊണ്ടോ വാക്കുകൊണ്ടോ ദ്രോഹിച്ചിട്ടില്ലാത്തവർ പോലും ഇവർക്കെതിരെ ശത്രുതാഭാവത്തിലേക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇവരെന്ത് ചെയ്താലും വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. അതായത് ബിസിനസ് ചെയ്താലും വളരെ ശ്രദ്ധിക്കണം. ഇവരെത്തി കണ്ണിങ്ങുള്ള ആൾക്കാരാണ്. മറ്റുള്ളവരുടെ അടുത്ത് പൊട്ടം കളിക്കുന്ന സ്വഭാവം ഇവർക്കുണ്ട്. അറിവുണ്ടെങ്കിൽ പോലും ഇവരത് പൊട്ടം കളിച്ച് നിൽക്കും. പക്ഷേ ഈ വർഷം ഇവരെല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോഴും 2 പ്രാവശ്യം ആലോചിച്ചിട്ട് തന്നെ ചെയ്യണം. അത് വളരെ അത്യാവശ്യമായിട്ടാണ് കാണുന്നത്. അതിനനുസരിച്ച് ഇവർ മുന്നോട്ട് പോകണം. ഇവർക്ക് ബിസിനസ്സിൽ നല്ല രീതിയിൽ പുരോഗമിക്കാം. പക്ഷേ ബിസിനസ്സിലായിട്ട് വരുന്ന പാർട്ട്നേഴ്സിനെ വളരെ ശ്രദ്ധിക്കണം. സ്നേഹത്തോടെ ഇരുന്നുകൊണ്ട് തന്നെ ഇവർക്ക് പണി കൊടുക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കണം. ഇവരെപ്പോഴും തന്നെ കണ്ണിങ് ആയിരിക്കണം. അതാണ് ഇവരുടെ രീതി. ഇവർ ഹാർഡ് വർക്കുള്ളവരായിരിക്കും. പക്ഷേ അതിൻ്റെ ഉദ്ദേശിച്ച ഫലം ഇവർക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് ഇവർ എന്ത് ചെയ്താലും 2 പ്രാവശ്യം ആലോചിക്കുക. ആരെ കൂടെ കൂട്ടിയാലും ഇവരുടെ അനുബന്ധ നക്ഷത്രം ഒഴിച്ച് ആരെ കൂടെ കൂട്ടിയാലും അവരെ ഒരു കണ്ണിട്ടേക്കണം എപ്പോഴും. അത് വളരെയധികം ശ്രദ്ധിക്കണം. പൊതുവെ വേറെ പ്രോബ്ലം ഒന്നുമില്ല. സമ്മിശ്രമായിട്ട് മുന്നോട്ട് പോകും. അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. അടുത്ത 3 സെറ്റ് നക്ഷത്രങ്ങളാണ് ഗുരുവിൽ ജനിക്കുന്നത്. ഗുരു ദശാനാഥനായിട്ട് വരുന്നത് നക്ഷത്രങ്ങളാണ്. അപ്പോൾ ഗുരു ദശാകാലം 16 വർഷമാണ് വരുന്നത്. അത് ഓരോരുത്തരുടെ ജനത്തിനനുസരിച്ച് ഗർഭശിഷ്ടം മാറും. പക്ഷെ അങ്ങനെ നോക്കുമ്പോഴും ഗുരുവിൽ ജനിക്കുന്ന 3 നക്ഷത്രമാണ് പുണർദം, വിശാഖം, പൂരുരുട്ട്. ഈ 3 നക്ഷത്രം ഗുരുവിലാണ് ജനിക്കുന്നത്. അപ്പോൾ ഗുരുവാണ് ഇവരുടെ ദശാനാഥനായിട്ട് വരുന്നത്. ഗുരുവിൽ ജനിക്കുന്ന പുണർദം നക്ഷത്രക്കാർക്ക് സമയം വലിയ കുഴപ്പമുള്ളതായിട്ട് കാണുന്നില്ല. പുണർദം നക്ഷത്രം കുറച്ച് മുടിയനായ പുത്രന്മാരാണ്. എല്ലാം നശിപ്പിക്കാനുള്ള ചാൻസ് അവരുടെ ചില ശനിയുടെ കാലഘട്ടത്തിൽ ഇവർ ഗുരുവിൽ ജനിച്ച നേരെ ശനിയിലേക്കാണ് പോണത്. ഇവിടെ 30 വയസ്സിനകത്ത് ഇവർ കുറേ കഷ്ടതകളും ബാധ്യതകളും ഒക്കെ ഉണ്ടാക്കി വയ്ക്കും. കാര്യം ശ്രീരാമൻ്റെ നക്ഷത്രമാണ്. നുണ പറയുന്ന സ്വഭാവം ഇവർക്കുണ്ട്. ഇവർ നല്ല ആക്റ്റീവാണ്. എല്ലാം ചെയ്യും. നുണ കേൾക്കുകയും നുണ പറയുകയും ചെയ്യും. അത് ഇവരുടെ ഒരു ഡ്രോബാക്കാണ്. അതിൽ നിന്ന് ഇവർ മറ്റുള്ളവരുടെ രീതിക്കനുസരിച്ച് താഴാതിരിക്കാൻ ഇവർ വളരെ ശ്രദ്ധിക്കണം.
അപ്പോൾ ഇവരുടെ സ്വന്തം കാര്യങ്ങൾ നോക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇവർക്ക് നല്ലതാണ്. പക്ഷെ ഇവരങ്ങനെയല്ല. ചില സമയങ്ങളിൽ കുഴിത്തിരുമ്പ് സ്വഭാവം ഉണ്ടാവും. ചില സ്ഥലങ്ങളിൽ ജോലിക്ക് പോയാൽ അവരെ എല്ലാം ഒതുക്കിയിട്ട് ഇവർ കയറാൻ നോക്കും, അവസാനം ഇവർ തറയിപ്പോവും. അങ്ങനത്തെ ഉള്ള രീതിയാണ്. അത് ഇവർ വളരെ ശ്രദ്ധിക്കണം. പുണർദത്തിന് പൊതുവെ സമ്പന്നരുമായിട്ട് കൂട്ടുകൂടാൻ വലിയ ഇഷ്ടമാണ്. ഇവർക്ക് സമ്പന്നത ഇഷ്ടമാണ്. സുഖലോലുപരായിട്ട് ജീവിക്കാനൊക്കെ താല്പര്യമാണ്. അതവിടെ ഒരു ഔട്ട്ലൈൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇവർക്ക് നല്ല രീതിയിൽ ഉയർന്നു വരാൻ പറ്റും. ഇവരുടെ കടബാധ്യതകളൊക്കെ ഒന്ന് കുറഞ്ഞു വരാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഇവർ വീണ്ടും വീണ്ടും കടം വാങ്ങിക്കരുത്. ദൂർത്തടിക്കാനോ ആഡംബരത്തിനോ മറ്റുള്ളവരുടെ മുമ്പ് പൊങ്ങച്ചം കാണിക്കാനോ ഒക്കെ ഇവർ കടം വാങ്ങും. അത് ഇവർക്ക് ദോഷം ചെയ്യും. ദയവ് ചെയ്ത് ഉള്ളത് കൊണ്ട് ഓണം പോലെ പോവുക. സ്വാഭാവികമായിട്ട് കടം വാങ്ങിക്കരുത്. കടം വാങ്ങിയാൽ ഇവരുടെ വസ്തുവകകൾ വിറ്റ് നശിപ്പിക്കും. പൊതുവേ ഇവിടെ അഭിഭാഷ വൃത്തി ചെയ്യുന്ന, അതായത് അഡ്വക്കേറ്റ് ചെയ്യുന്നതാണ്. അവർക്ക് ഇത്തവണ കേസുകളിലെല്ലാം വിജയമുണ്ടാവും. എഞ്ചിനീയറിംഗ് മേഖലകളിലുള്ളവർക്ക് നല്ലതാണ്, ടെക്നിക്കൽ മേഖലകളിലുള്ളവർക്ക് നല്ലതാണ്. പക്ഷേ പോലീസ് പോലുള്ള ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്നവർക്ക് പ്രയാസങ്ങൾ വരും, അവർക്ക് ബുദ്ധിമുട്ടുകളുണ്ടാവാം. അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കണം. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ജ്യോതിഷം എന്ന് പറയുന്നത് ഒരു ഔട്ട്ലൈനാണ്. അതായത് വരാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി പറഞ്ഞു കൊടുക്കുന്നു. അതനുസരിച്ച് അവർ മുന്നോട്ട് പോയാൽ അവർ സക്സസ് ആവും. പിന്നെ ഇവർ സ്ത്രീകളുമായിട്ട് ഇടപഴകുമ്പോൾ അവർ സ്ത്രീകൾ ഇവർക്ക് നാശം വിതയ്ക്കും. അങ്ങനെ ഭാര്യ മാറ്റും കുടുംബമായിട്ടൊക്കെ വഴക്കൊക്കെ ഉണ്ടാവാം. എതിർഭാഗമായിട്ട് അമ്മയും ഭാര്യയും തമ്മിൽ വഴക്കിൽ ചെന്നുപെട്ടൊക്കെ പ്രയാസം വരാം. പക്ഷേ ഇവരെല്ലാം ഒരു രീതിക്ക് ഒതുക്കിയെടുക്കും. അത് ഇവരുടെ ഒരു കഴിവാണ്. ഇവർ വിദേശത്ത് പോകുന്നവർക്ക് നല്ലതാണ്. വിദേശ രാജ്യത്ത് പോയി നല്ല രീതിയിൽ ധനം സമ്പാദിക്കാം. മാക്സിമം ആൾക്കാരും പുണർദം നക്ഷത്രക്കാർ സ്വന്തം സ്ഥലം വിട്ട് മാറി നിന്നാലേ രക്ഷപ്പെടുകയുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവരുടെ മക്കളെ കൊണ്ട് ഇവർക്ക് പ്രയാസം വരരുത്. അത് വളരെ ശ്രദ്ധിക്കണം. മക്കളുമായിട്ട് വഴക്കോ ബഹളത്തിലൊന്നും ചെല്ലാതിരിക്കാൻ, സ്വത്ത് തർക്കത്തിലൊന്നും പോകാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കണം. ഇവർ കൂടുതലും കുറച്ച് പണിയെടുക്കും, കൂടുതൽ കാശുണ്ടാക്കണം, അതാണ് ചിന്ത. അത് മാറ്റിയിട്ട് കൂടുതൽ പണിയെടുക്കുക എന്നുള്ള രീതിയിലേക്ക് പോവുക. അതിനനുസരിച്ചുള്ള വേതനം നേടി മുന്നോട്ട് പോവുക. അത് തീർച്ചയായും ഇവർക്ക് നല്ലതാണ്. ഈ വർഷം ഇവർക്കെല്ലാം ഒരുപാട് കാര്യങ്ങൾ മുടങ്ങിക്കിടക്കുന്നത് നേടിയെടുക്കാൻ സാധിക്കും. അടുത്തത് വിശാഖ നക്ഷത്രമാണ്. വിശാഖ നക്ഷത്രത്തിൽ ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മുടെ മമ്മൂട്ടി വിശാഖ നക്ഷത്രമാണ്. ശ്രീ വെള്ളാപ്പള്ളി നടേശൻ വിശാഖ നക്ഷത്രമാണ്. അങ്ങനെ പോകുന്ന ഒരുപാട് പേര് വിശാഖത്തിന് നല്ല സമയമാണ്. അവരുടെ ദോഷ സമയമെല്ലാം മാറി അവർ നല്ല സമയത്തിലേക്ക് വരികയാണ്. അപ്പോൾ വിശാഖ നക്ഷത്രത്തിലുള്ളവർ പൊതുവെ ഒരു പ്രത്യേക സ്വഭാവത്തിൻ്റെ ഉടമകളാണ്. അതാണ് അവരുടെ ജീവിതത്തിൻ്റെ വിജയം. ആരെടുത്ത് എങ്ങനെ പെരുമാറണം, ആരെ എങ്ങനെ നിർത്തണം. ആ ദേഷ്യം വരും. ദേഷ്യം പ്രകടിപ്പിക്കുന്ന സ്വഭാവമാണ്. വിശാഖത്തിന് കുറച്ച് ദേഷ്യ സ്വഭാവമാണ്. പടപട പറയും. പക്ഷെ ഉള്ളിൽ വളരെ കുറവായിട്ടുള്ള കാര്യങ്ങളെ വയ്ക്കത്തുള്ളൂ. ദേഷ്യം പ്രകടിപ്പിച്ച് തീർക്കും. അവർക്ക് ഉള്ളിലൊന്ന് വെച്ച് വെളിമയൊന്ന് പറയാൻ സാധിക്കില്ല. അപ്പോൾ അവരങ്ങനെ പ്രകടിപ്പിക്കും. പക്ഷേ എപ്പോഴും അവർക്ക് ധനസ്ഥിതി വേണം. ധനം അവരുടെ വലിയൊരു കാര്യമാണ്. അപ്പോൾ അതിനുവേണ്ടി ഇവർ പ്രയത്നിക്കും. ഇവർ നല്ല ബുദ്ധി സാമർഥ്യം, ഗുരുവിൽ ജനിച്ചുകൊണ്ട് അറിവ് കുറച്ച് കൂടുതലായിരിക്കും. പക്ഷെ ചില സമയങ്ങളിൽ അടി തെറ്റിയാൽ ആനയും വീഴും എന്നുള്ള സ്വഭാവമാണ്. ഇവരെടുത്ത് ചങ്ങാത്തം കൂടുന്ന ആൾക്കാരെ വളരെ ശ്രദ്ധിക്കണം. ഇവർക്ക് ഓരോ നുണകൾ പറഞ്ഞു കൊടുത്ത്, അല്ലെങ്കിൽ ഇവരെ മോസ്തുതി പാടുന്നത് ഇവർക്ക് ഇഷ്ടമാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് അടുത്ത് വന്ന് ബുദ്ധിമുട്ടിക്കുന്നവരുണ്ട്. ബിസിനസ്സിൽ തന്നെ ഇവരിൽ നിന്ന് നല്ലൊരാൾക്കാർ ധനം ചോർത്തും. അത് ഇവരറിയില്ല. ഇവരെ ശത്രുക്കളെ ഇവർ നോക്കുകയുള്ളൂ. മിത്രങ്ങളായിട്ട് നടിച്ച് ഇവരിൽ നിന്ന് ധനം ചോർത്തും. അങ്ങനെയുള്ള ഒരിതുണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് വളരെ നല്ലതായിട്ടാണ് പൊതുവെ കാണുന്നത്. പിന്നെ ഫിനാൻഷ്യൽ സെക്ടറിൽ ഫൈനാൻസ് പോലുള്ള കാര്യങ്ങൾ നടത്തുന്നവർക്കും വളരെ നല്ലതാണ്. പിന്നെ പൊതുവെ ഇവരെ അപകടങ്ങളിൽ ചെന്ന് പെടരുത്. വാഹനങ്ങൾ വളരെ ശ്രദ്ധിച്ച് ഓട്ടിക്കേണ്ടത് അത്യാവശ്യമാണ്. ബൈക്ക് ഓട്ടിക്കുന്നവർ വളരെ ശ്രദ്ധിക്കണം. 2 വീലർ ഇരുചക്ര വാഹനങ്ങൾ ഓട്ടിക്കുന്നവർ നിർബന്ധമായി ഹെൽമറ്റ് ധരിച്ച് തന്നെ ഓട്ടിക്കണം. ഞാൻ പറയാൻ കാരണം അവർക്ക് സ്കിറ്റിംഗ് ഒക്കെ സംഭവിക്കാം. വല്ലതും കുറുക്കെ ചാടാനോ അല്ലെങ്കിൽ ചുമ്മാ ഇവർ സ്ട്രൈറ്റായിട്ട് പോയാലും വണ്ടികൾ കൊണ്ട് തട്ടാനൊക്കെ ഉള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അത് വളരെ ശ്രദ്ധിച്ച് പോകുന്നത് നല്ലതായിരിക്കും. പൊതുവെ ഈ വർഷം യാത്രകളൊക്കെ ഒന്ന് ചുരുക്കുന്നത് വളരെ നല്ലതായിരിക്കും. അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. ഇവർക്ക് ധൈര്യമായിട്ട് തന്നെ മുന്നോട്ട് പോവാം. അടുത്ത വരുന്നത് പൂരുരുട്ടാതിയെ സംബന്ധിച്ചോളം വളരെ മോശമായിട്ടുള്ള ഒരു സമയമായിട്ടാണ് കാണുന്നത്. പൂരുരുട്ടാതി നക്ഷത്രക്കാർ വടി കൊടുത്ത് അടി വാങ്ങുന്ന ഒരിതിലേക്ക് വരാം. അവരെടുത്ത് ചാടിയിട്ട് പ്രയാസം ഉണ്ടാവാം. അവരെ വീട്ടുകാരെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവാം.
പുരുരുട്ടാതി പൊതുവെ കുടുംബസ്നേഹികളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ വിവാഹം കഴിഞ്ഞാൽ അമ്മയുടെ അടുത്ത് ഭയങ്കര സ്നേഹമാണ്. അപ്പോൾ മാതൃസ്നേഹം കാരണം ചിലപ്പം ഭാര്യ ശത്രുഭാവത്തിലേക്ക് വരാൻ ഉണ്ട്. ഈ വർഷം വിവാഹം കഴിക്കുന്നവരൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. നല്ല ഒരു പെൺകുട്ടിയെ നോക്കി വിവാഹം കഴിക്കാം. കാണുന്ന മാത്രമേ അത് കൊള്ളാൻ തോന്നും, പക്ഷെ വിവാഹം കഴിച്ചതിന് ശേഷം അതിൽ പ്രോബ്ലങ്ങൾ വരാം. അതെല്ലാം ഫേസ് ചെയ്ത് തന്നെ മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യമായിട്ടാണ്. ഇവരൊക്കെ ന്യൂട്രലായിട്ട് പോകണം. ഇവരുടെ ഇമോഷണലൊക്കെ വളരെ ശക്തമുള്ളതാണ്. സ്ത്രീകളാണെങ്കിൽ പെട്ടെന്ന് കരയും, പെട്ടെന്ന് ചിരിക്കും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇവർ പൊതുവെ സ്നേഹത്തോടെ എല്ലായിടത്തും പെരുമാറും. ഇവരെ കാര്യം നടക്കണില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇവരുടെ യഥാർത്ഥ സ്വഭാവം നമുക്കറിയാൻ പറ്റും. അത് മനുഷ്യഗണത്തിലുള്ളൊരു നക്ഷത്രമാണ്. ഈ മനുഷ്യഗണത്തിലുള്ള നക്ഷത്രം ഒന്നിനൊന്നിന് നന്നാവണം കണ്ടുകൂടാത്ത ആൾക്കാരാണ്. പൊതുവെ ഇവർക്ക് മാത്രം നന്നാവണം, ഇങ്ങനെയുള്ള സ്വാർത്ഥതയുള്ള ആൾക്കാരാണ് മനുഷ്യഗണത്തിൽ വരുന്നത്. ഓരോ ഗണത്തിനും അതിൻ്റേതായ പ്രത്യേകതയുണ്ട്. പൂരിരുട്ടാതി അങ്ങനെയാണ്. അവർ രണ്ട് മുഖങ്ങളുള്ളവരാണ്. അവിടെ ഉള്ളിൽ വേറൊരു മുഖവും പുറമേ വേറൊരു മുഖമാണ്. അപ്പോൾ അത് തീർച്ചയായും ഇവരെ എല്ലാം നേടിയെടുക്കുമെങ്കിൽ അത് അതുപോലെ നഷ്ടപ്പെടും. അതാണ് അതിൻ്റെ ഒരു കാര്യം. ഈ വർഷം അങ്ങനെയാണ്. 100 രൂപ കിട്ടുമെങ്കിൽ 110 രൂപ ചിലവ് വരും. അത് വളരെ ശ്രദ്ധിക്കണം. എപ്പോഴെങ്കിലും ഒരു സേവിങ്സ് ചെയ്യണം. അപ്പം കിട്ടുന്നത് അപ്പം ഉപയോഗിച്ച് കളയാതെ എന്തെങ്കിലും ഒരു സേവിങ്സിലൂടെ മുന്നോട്ട് പോകണം. ഈ 3 നക്ഷത്രം ബുദ്ധിയുള്ളവരാണ്. പക്ഷേ അതിലെ പൂരിരുട്ടാതി നക്ഷത്രം ജീവിതം സമ്മിശ്രമാണ്. അവർക്ക് നല്ലതും വരും, മോശവും വരും. അങ്ങനെ എല്ലാ ആൾക്കാർക്കും അങ്ങനെയില്ല. പക്ഷേ ഇവർക്കത് കൂടുതലാണ്. ജീവിതത്തിനോട് പൊരുതി നേടേണ്ടതായിട്ട് വരും. അതാണ് ഇവരുടെ രീതി. ഇവർ നല്ല ബുദ്ധിയുണ്ട്, കഴിവുണ്ട്, സാമർഥ്യമുണ്ട്, എല്ലാം ഉണ്ടെങ്കിലും കർണനെ പോലെയാണ്. സമയത്തിന് ആയുധം പ്രയോഗിക്കാൻ പറ്റത്തില്ല. 8ാമത്തെ ദശാനാഥൻ എന്ന് പറയുമ്പോൾ 8ൻ്റെ പണി കിട്ടിയെന്നൊക്കെ നമ്മൾ പറയും. അതായത് ശനിയാണ് വരുന്നത്. ദശാനാഥൻ ശനിയാണ്. അപ്പോൾ ഈ 8ൻ്റെ പണിയെന്ന് പലരും ചോദിക്കാറുണ്ട്, എന്താണ് സാർ 8ൻ്റെ പണി എന്ന് ചോദിക്കാറുണ്ട്. നോക്കൂ, 8ന് മാത്രമേ ഇങ്ങനെ വളച്ച് കെട്ടുള്ളൂ. അതിനകത്ത് പോയി കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ പറ്റില്ല. ബാക്കിയെല്ലാം ഒരു സൈഡ് ഓപ്പൺ ആയിരിക്കും. അതുകൊണ്ടാണ് എല്ലാ പേരും ഈ 8ൻ്റെ പണി എന്ന് പറയുന്നത്. 8ൻ്റെ അധിപൻ ശനിയാണ് അതിൻ്റെ ദശാനാഥൻ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അതിൽ 3 നക്ഷത്രങ്ങളാണ് വരുന്നത്: പൂയം, അനിഴം, ഉത്രട്ടാതി. ഈ ശനിയിൽ ജനിക്കുന്ന 3 നക്ഷത്രങ്ങൾ വളരെ എന്താ പറയുക എന്ന് വെച്ചാൽ സ്ത്രീകളെ സംബന്ധിച്ചുള്ള അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ കുറച്ച് പ്രയാസങ്ങളും കാര്യങ്ങളും ഉള്ളതാണ്. ശനിയിൽ ജനിച്ച സ്ത്രീകളുടെ ദാമ്പത്യ ജീവിതം ശരിയായിട്ട് കിട്ടില്ല. 90% അവർക്ക് എന്തെങ്കിലും ഒരു പ്രയാസം നേരിടേണ്ടതായിട്ട് വരും. 10% എല്ലാത്തിലും കോമൺ ആയിട്ടുള്ളതാണ്. അത് ഭഗവാന്റെ കാര്യങ്ങളാണ്. ഭഗവാനാണ് അത് തീരുമാനിക്കുന്നത്. 90% മനുഷ്യർക്ക് ചെയ്യാൻ പറ്റും, 90% മനുഷ്യർക്ക് ശരിയാക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ പൊതുവെ പൂയം, അനിഴം, ഉത്രട്ടാതി. അതിൽ പൂയം ദേവഗണത്തിലുള്ളൊരു നക്ഷത്രമാണ്. പൂയത്തിനെ സംബന്ധിച്ചോളം പൂയം നക്ഷത്രം ചന്ദ്രൻ്റെ രാശിയിലാണ് വരുന്നത്, കർക്കിടക രാശിയിലാണ് വരുന്നത്. അത് ചന്ദ്രൻ മനസ്സിനെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഈ പൂയ നക്ഷത്രക്കാർ കൂടുതലും മനസ്സിനകത്ത് കാര്യങ്ങൾ സൂക്ഷിച്ചു വെക്കുന്ന ആൾക്കാരാണ്. ചില സമയം ഇവർക്ക് ഡിപ്രഷനോ അല്ലെങ്കിൽ ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഇവർ ഭ്രാന്ത് പിടിച്ചതുപോലെയൊക്കെ പെരുമാറും. എപ്പോഴും മനസ്സിനകത്ത് കള്ളത്തനങ്ങൾ സൂക്ഷിച്ചു വയ്ക്കും. ശരി, അതവിടെ നിൽക്കട്ടെ. കോമൺ ആയിട്ടൊരു ഔട്ട്ലൈൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എല്ലാ കാര്യങ്ങളും വെട്ടിത്തുറന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതെപ്പോഴും പലപ്പോഴും പറയാറുണ്ട്. മറ്റുള്ളവരെ പോലെ അല്ല, ജ്യോത്സ്യന്മാർ പറയും പോലെ അല്ല കലിക ജ്യോതിഷം പറയുന്നത്. സോ ലോകത്തൊരു കലിക ജ്യോതിഷം ഒന്നേ ഉള്ളൂ. ജ്യോതിഷന്മാർ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഈ കലിക ജ്യോതിഷം ദ അപ്ഗ്രേഡേഷൻ ഓഫ് ജ്യോതിഷം. സ്വാഭാവികമായിട്ട് പൂയ നക്ഷത്രത്തിനെ സംബന്ധിച്ചോളം അവർ ദേവഗണത്തിലാണ് ജനിച്ചിരിക്കുന്നത്, ചന്ദ്രൻ്റെ രാശിയിലാണ് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവർക്ക് ഒരു ഉയർച്ചയുണ്ട്. പക്ഷേ ഇവർ തന്നെ സ്വയം പലപ്പോഴും നാശം വിതയ്ക്കാറുണ്ട്. അതാണ് ഇവരുടെ ഒരു ഇത്. അല്പലാഭത്തിന് വേണ്ടി അവർ നാശം വിതയ്ക്കും. ഇവരുടെ ഈ സമയം വളരെ നല്ലതാണ്. 7ാം ഭാവത്തിലായിരുന്നു കണ്ടാശനി. ആ സമയത്ത് വിവാഹ ജീവിതമായിട്ടോ അല്ലെങ്കിൽ പ്രണയബന്ധങ്ങളോ വിവാഹ ജീവിതമോ ഒക്കെ തകരാനുള്ള ചാൻസ് ഉണ്ട്. പ്രണയബന്ധങ്ങൾ തകർന്നാൽ വിവാഹ ജീവിതം ശരിയാവും, വിവാഹ ജീവിതം തളർന്നാൽ പ്രണയബന്ധം ശരിയാവും. അങ്ങനെയാണ് ഇവരുടെ രീതി. ഇവർ പൊതുവെ സാമർഥ്യമുള്ളവരാണ്. പൊതുവേ ഇവർ മറ്റുള്ളവരെ മുമ്പ് ഒരു രീതിക്ക് സംസാരിക്കും, സ്വന്തം കാര്യങ്ങൾ മനസ്സിൽ സൂക്ഷിക്കും. അങ്ങനെയുള്ള ഇവർ തീർച്ചയായിട്ടും ഉയർച്ച ഉണ്ടാവും. പക്ഷെ സ്വാർത്ഥത കാരണം ഇവർക്ക് ചിലപ്പോൾ നഷ്ടങ്ങളും സംഭവിക്കും. ഇവർ ഉയർന്ന നിലയിൽ എത്തിച്ചേരും. ഇവരുടെ മക്കളെ കൊണ്ട് ഇവർക്ക് സൗഭാഗ്യം ഉണ്ടാവും. ഇവർ വീട് വയ്ക്കാനുള്ളവർ വീട് വയ്ക്കും.
പിന്നെ വാഹനങ്ങളൊക്കെ ഇവർക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ ശത്രുക്കൾ കൂടാനുള്ള ചാൻസും ഉണ്ട്. 2 പ്രാവശ്യം ആലോചിച്ചിട്ട് നിങ്ങളെല്ലാം പറയണം. നിങ്ങൾ നല്ലതെന്ന് കരുതി മറ്റുള്ളവരടുത്ത് പറയും. ശനിയിലുള്ളവർക്കൊരു സ്വഭാവമുണ്ട്, അത് ദേവഗണത്തിലുള്ളവരെ മറ്റുള്ളവരെ അണച്ചു പിടിക്കും, പാവം പോലെ പെരുമാറും. പക്ഷേ ഇവരെല്ലാം കിടിലങ്ങളാണ്. അപ്പോൾ അതിൽ പൂയവും അനിഴവുമാണ് ഇതിനകത്ത് ദേവഗണത്തിൽ വരുന്നത്. അപ്പോൾ പൂയത്തിനെ സംബന്ധിച്ചോളം അവരുടെ ചില പ്രവർത്തികൾ അവരുടെ ശത്രുക്കളുണ്ടാകും. അത് അവർ വളരെയധികം ശ്രദ്ധിച്ച് തന്നെ തീരണം. പൂയ നക്ഷത്രം ദേഷ്യ സ്വഭാവമുള്ള നക്ഷത്രമാണ്. അവർക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ കണ്ണ് കണ്ടുവിടാം. തൈപ്പൂയം എന്നൊക്കെ പറയും. അപ്പോൾ ആ പൂയത്തിന് അതിൻ്റേതായ ഒരു ഇതുണ്ട്. ഭയങ്കര ദേഷ്യമുള്ളവരും എടുത്തുചാട്ടക്കാരുമാണ്. പെട്ടെന്ന് ദേഷ്യം വരില്ല. പിന്നെ ഇവരെ കുറ്റം പറയുന്നത് അവർക്ക് ഇഷ്ടമില്ല. അത് വലിയ ഒരു കാര്യമാണ്. ഇവരെല്ലാം നേടട്ടെ എന്ന് ഞാൻ നിങ്ങളെ ആശംസിക്കുകയാണ്. നിങ്ങൾ നല്ല ഉയർച്ച തന്നെ ഉണ്ടാവട്ടെ. അപ്പോൾ അടുത്തത് അനിഴ നക്ഷത്രക്കാർക്ക് കണ്ടകശനിയാണ്. ഈ 2.5 വർഷം അവർ ശ്രദ്ധിക്കണം. പൂയത്തിന് കണ്ടകശനി തീർന്നപ്പോൾ അനിഴത്തിന് കണ്ടകശനി തുടങ്ങി. അനിഴ നക്ഷത്രം ദേവഗണത്തിലുള്ള ഒരു നക്ഷത്രമാണ്. അനിഴ നക്ഷത്രം ഞാൻ പറയും ഒരുപാട് മഹാന്മാരുള്ള നക്ഷത്രമാണ്. പക്ഷേ ഇവർക്ക് എപ്പോഴും ഒരു സഹായി വേണം. ഇവർ നേരിട്ട് മറ്റുള്ളവരുടെ അടുത്തൊന്നും പറയില്ല. ഇവരുടെ ഒരു കൂട്ടാളി, ഇവരെ മനസ്സിന് ഇഷ്ടപ്പെട്ട ഇവരുടെ ഒരു സഹായി എപ്പോഴും ഉണ്ടായിരിക്കും. ഇവരുടെ ബുദ്ധിയും മറ്റവരുടെ കഴിവും പ്രവർത്തനവുമായിരിക്കും. ഇവരിൽ നിന്ന് കിട്ടുന്ന ഡയറക്ഷൻ മറ്റുള്ളവർ പ്രയോജനപ്പെടുത്തും. ഇവർ നേരിട്ട് ആരെയും പിണക്കില്ല, നേരിട്ട് ആരടുത്തൊന്നും പറയില്ല. പക്ഷെ ഇവരൊക്കെ വലിയ കിടിലങ്ങളായിട്ടുള്ള ആൾക്കാരികളാണ്. സ്വാഭാവികമായിട്ട് അനിഴ നക്ഷത്രം ഈ 2.5 വർഷം വളരെ സൂക്ഷിക്കണം. 4-ാം ഭാവത്തിലാണ് കണ്ടകശനി. മാതാവിൻ്റെ കുടുംബസ്വത്തിന് വേണ്ടി തർക്കമോ ബഹളമോ ഒക്കെ വരും. മാതാവുമായിട്ട് അകന്നിരിക്കുവാനുള്ള യോഗമുണ്ട്. വിവാഹങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ കഴിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. വാഹനങ്ങൾ എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. വാഹനം ഓട്ടിക്കുമ്പോൾ അപകടങ്ങളോ വീഴ്ചകളോ ഒക്കെ സംഭവിക്കാം. അനിഴത്തിന് കണ്ടകശനിയാണ്. പിന്നെ ഈ ശനിയിലുള്ളവർക്ക് കണ്ടകശനി ആയാലും 7-ാം ശനിയായാലും വലിയ രീതിയിൽ ബുദ്ധിമുട്ടിക്കില്ല. കാരണം ഇവിടെ ദശാനാഥൻ ശനിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവർ പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ധനം അവരെ കയ്യിൽ നിന്ന് ചോർന്നു പോകും. ഇവരിപ്പോൾ വേറൊരാളുടെ ഒരു 10 രൂപ അവരറിയാതെ നേടിക്കഴിഞ്ഞാൽ 15 രൂപ ഇവർക്ക് നഷ്ടപ്പെടും. അതാണ് ഇവരുടെ ഒരു കാര്യം. ഇവരുടെ ജീവിതം സമ്മിശ്രമായിട്ടാണ് വരുന്നത്. അടുത്തത് ഉത്രട്ടാതി നക്ഷത്രമാണ്. ഉത്രട്ടാതി നക്ഷത്രം മനുഷ്യഗണത്തിലാണ് വരുന്നത്. ഉത്രട്ടാതി നക്ഷത്രത്തിനെ സംബന്ധിച്ചോളം ഇവർ നല്ല കുടുംബ സ്നേഹികളാണ്. കുടുംബത്തിനോട് സ്നേഹമുള്ളവരായിട്ടാണ് കാണുന്നത്. പൊതുവെ ഇവർ കുടുംബ സ്നേഹികളാണ്. ഇവർ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഇവരുടെ ലാഭം പോലും നോക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിട്ടാണ് ഇവരെ കാണാൻ സാധിക്കുന്നത്. ഇവർ പൊതുവെ കാര്യങ്ങൾ മുഖത്തിട്ടിട്ട് അടിച്ചതുപോലെ സംസാരിക്കും. അത് കാരണം ഇവർക്ക് ശത്രുക്കളുണ്ടാവും. പിന്നെ കുറച്ച് സ്വാർത്ഥതയുണ്ട്. എനിക്ക് എൻ്റേത്, ഞാൻ മാത്രം നന്നാവണം, എൻ്റെ കുടുംബം രക്ഷപ്പെടണം എന്നൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ. പക്ഷേ ഇവർ മറ്റുള്ളവരെ സഹായിക്കുകയും ചെയ്യും. മനസ്സലിവുള്ളവരാണ്. ദാനദാന കർമ്മങ്ങളൊക്കെ ചെയ്യുന്നവരാണ്. ഞാൻ എല്ലാ നക്ഷത്രത്തെക്കുറിച്ച് പറയുമ്പോഴും അതിൻ്റെ ഒരു ഔട്ട്ലൈൻ പറയും. അത് അവർ വളരെ ശ്രദ്ധിക്കണം. അത് അവർക്ക് നെഗറ്റീവ് വരാതിരിക്കാൻ അവർ ശ്രദ്ധിക്കണം. സ്വാർത്ഥതയൊക്കെ നല്ലത് തന്നെയാണ്. എല്ലാം സ്വാർത്ഥത ഇല്ലാത്ത മനുഷ്യരില്ല, അതെല്ലാം ശരി തന്നെ. പക്ഷെ അമിതമാവരുതൊന്നും, അത്രമാത്രമാണ് പറയാനുള്ളത്. ഇവർക്ക് നല്ല ഉയർച്ച ഉണ്ടാവും. ഇവർക്ക് മനസ്സമാധാനം ഉണ്ടാവും. ഇവരുടെ മക്കളെ കൊണ്ട് ഇവർക്ക് സൗഭാഗ്യം ഉണ്ടാവും. ഇവർക്ക് പല ആൾക്കാരും സഹായത്തിന് എത്തിച്ചേരും. പക്ഷെ അവരെല്ലാവരും ഇതിൽ നിന്ന് സഹായം വാങ്ങില്ല. ആരുടെങ്കിലും ആത്മാർത്ഥത ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഭയങ്കര ആത്മാർത്ഥതയായിട്ട് തന്നെ അവർ നിൽക്കും. അവരിൽ ഒരാളായിട്ട് മാറും. ഇവരെ അതിൽ വിശ്വസിക്കാം. ഇവരെ സ്നേഹിച്ചു കൂടെ കൂട്ടിയാൽ ഇവരെ നമുക്ക് വിശ്വസിക്കാം. അതുകൊണ്ട് ഇവർ തീർച്ചയായും ഇവർ മറ്റുള്ളവർക്ക് വേണ്ടി സഹായം ചെയ്യുമ്പോൾ ഒരു പ്രാവശ്യം ആലോചിച്ചിട്ടേ ചെയ്യാവൂ. ചിലപ്പോൾ മറ്റുള്ളവർ നിങ്ങളെ ചതിക്കാനോ ബുദ്ധിമുട്ടിക്കാനോ ഒക്കെ ഉള്ള ചാൻസ് ഉണ്ട്. ഇവർ പുതിയ സംരംഭങ്ങളൊന്നും ഇപ്പോൾ തുടങ്ങാതിരിക്കുക. ഇവർക്ക് നല്ലതാണ്. പക്ഷേ ഇവർ തൊഴിൽ മേഖലയിൽ നല്ലതായിട്ട് പുരോഗമിക്കുക. ബിസിനസ് ചെയ്യുമ്പോഴത്തേക്ക് ഇവർക്ക് അനുയോജ്യമല്ലാത്ത ബിസിനസ് ആണെങ്കിൽ ഇവർ ഫ്ലാപ്പായി പോകും. അങ്ങനെ എല്ലാ നക്ഷത്രത്തിനുണ്ട് അവർക്ക് ചെയ്യാവുന്ന ബിസിനസ്. അത് അവിടെയാണ് ഒരു എക്സ്പെർട്ട് ജ്യോതിഷൻ്റെ ആവശ്യം വരുന്നത്. ഓരോരുത്തർക്കും അവർക്ക് ചെയ്യാവുന്ന കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. A to Z കാര്യങ്ങൾ ജ്യോതിഷത്തിൽ പറഞ്ഞിട്ടുണ്ട്. ചിലർക്ക് ആസ്ട്രോ ഡയഗ്നോസിസ്, അവർക്ക് വരാൻ പോകുന്ന രോഗം, ഓരോ നാളുകാർക്കും ഉള്ള രോഗങ്ങളുണ്ട്. അത് നമുക്കറിയാം. കറക്റ്റായിട്ട് വന്നിരിക്കുക ആ രോഗം. അപ്പോൾ അതിനനുസരിച്ച് അവർക്കത് വഴികാട്ടാൻ പറ്റും. ജ്യോതിഷം വലിയൊരു വഴികാട്ടിയാണ്. അറിയാന്നുള്ള ജ്യോതിഷന് എല്ലാ ആംഗിളും പരിശോധിച്ച് വളരെ എക്സ്പെർട്ടായിട്ടുള്ള
ജ്യോതിഷനെ എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റും. ഇത് കാണാതെ പഠിച്ച് പറയുന്ന ഒരു ശാസ്ത്രമോ അല്ല. ഉത്രട്ടാതിയെ സംബന്ധിച്ചോളം അവർക്ക് നല്ല സമയമാണ്, അവരുടെ ഏഴരാണ്ട് ശനി കാലമാണ്. എങ്കിൽ പോലും അവർ ഗുരുവിൽ വരുന്ന ഉത്രട്ടാതി, അതായത് മീനരാശിയിൽ തന്നെ വരുന്ന ഉത്രട്ടാതിക്കാർക്ക് വളരെ നല്ലതായിട്ട് തന്നെ അവർക്ക് ധനത്തിനൊന്നും ബുദ്ധിമുട്ടൊന്നും വരില്ല. ബുധനാണ് 9ാമത്തെ ദശാനാഥൻ. ദശാനാഥൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ 9ാമത്തെ ദശാനാഥൻ ബുധനായി വരുന്നത്, ആ ദശാനാഥനിൽ വരുന്ന 3 നക്ഷത്രങ്ങളാണ് ആയില്യം, കേട്ട, രേവതി. അങ്ങനെ 3 നക്ഷത്രങ്ങളാണ് അതിനകത്ത് വരുന്നത്. അതിൽ ആയില്യവും കേട്ടയും അസുരഗണവും രേവതി മനുഷ്യഗണവുമാണ്. ഈ ആയില്യത്തിനെക്കുറിച്ച് ജ്യോതിഷന്മാർ എന്തോ പാവം ചെയ്തു, എന്തോ ഈ നക്ഷത്രത്തെക്കുറിച്ച് ഏത് ജ്യോതിഷം പറഞ്ഞാലും അത് മോശമായിട്ടാണ് പറയുന്നത്. പക്ഷെ കലിക ജ്യോതിഷം അത് പറയത്തില്ല. അത് പണ്ടുള്ള കാലത്ത് സർപ്പത്തിൻ്റെ ഭയത്താലോ അല്ലെങ്കിൽ സർപ്പം മനുഷ്യനെ ഉപദ്രവിക്കുന്ന കാലം കൊണ്ടോ ഒക്കെയാണ് ഈ ആയില്യത്തിനൊരു പേരുദോഷം. ആയില്യത്തിൽ ജനിച്ചവർ കൊള്ളത്തില്ല, അവരുടെ ജീവിതം നശിപ്പിക്കും, അവരുടെ ജീവിതം സ്വയം നാശമാണ് എന്നൊക്കെ പറയും. പക്ഷേ ആയില്യം ഭാഗ്യമുള്ളൊരു നക്ഷത്രമാണ്. കാരണം ഇവർ ചെന്ന് കയറുന്ന സ്ത്രീകളാണെങ്കിൽ അവരെ വിവാഹം കഴിക്കുന്നവർക്കും അവർ ചെന്ന് കയറുന്നിടം സൗഭാഗ്യമായിട്ട് മാറും. അതാണ് അതിൻ്റെ ഒരു രീതി. പിന്നെ ആയില്യത്തിന് കുറച്ച് ദേഷ്യ സ്വഭാവവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരും കർക്കിടക രാശിയിലാണ് വരുന്നത്. ഈ ആയില്യം കർക്കിടക രാശിയിലാണ് വരുന്നത്. കർക്കിടകൻ്റെ രാശിയിൽ വരുന്നത് കാരണം അവർക്കും ചന്ദ്രൻ്റെ സ്വാധീനമുണ്ട്. ഇവരെ കുറ്റം പറയുന്നത് ഇവർക്ക് ഇഷ്ടമല്ല. ഞാൻ നേരത്തെ പൂയത്തിൻ്റെതും അവരും അങ്ങനെ കർക്കിടക രാശിയിലാണ് വരുന്നത്. ഇവരെ ചന്ദ്രദിശയിലുള്ള ആരെയും കുറ്റം പറയുന്നത് അവർക്ക് ഇഷ്ടമല്ല. ഇവർക്ക് പൊതുവെ സ്വാർത്ഥത കൂടുതലായിരിക്കും. ഇവർക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചതുപോലെ പെരുമാറും, ഡിപ്രഷൻ പോലെ ഇവർ പെരുമാറും. പക്ഷെ പാവങ്ങളാണ്. അങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ട്, പറയുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ അവരത് പടുപടാ പറഞ്ഞ് അങ്ങ് തീർക്കും. അതാണ് അസുരഗണങ്ങളിലുള്ള ഒരു പ്രത്യേകത. അങ്ങനെയാണ്. അവരടുത്ത് മറ്റുള്ളവർക്ക് ദേഷ്യം തോന്നും. അവരാരെയും അനുകൂലിച്ച് പറയില്ല. ഉള്ളത് മുഖത്ത് നോക്കി ദേഷ്യം വരുമ്പോൾ അത് പറയും. അപ്പോൾ പൊതുവെ ആയില്യത്തിന് ജ്യോതിഷത്തിലൊരു പേരുദോഷമുണ്ട്. പക്ഷേ കലിക ജ്യോതിഷം അത് ഈ കാലഘട്ടത്തിനനുസരിച്ച് റിസർച്ച് ചെയ്യുമ്പോൾ അവരെക്കുറിച്ച് അങ്ങനെ പറയാറില്ല, അവരെ കുറ്റവും പറയാറില്ല. അപ്പോൾ മറ്റുള്ള ജ്യോതിഷത്തിൽ ഒരുപക്ഷെ ഇവർ സർപ്പത്തിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്നത് കൊണ്ടായിരിക്കാം അങ്ങനെ പറഞ്ഞത്. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ഇവർ നല്ലതുപോലെ സ്നേഹിക്കാം, ആത്മാർത്ഥതയോടെ കൂടുതൽ നിൽക്കും. പക്ഷേ ഉപകാര സ്മരണ ചിലപ്പോൾ കുറവായിരിക്കും. അത് സ്വാർത്ഥതയുടെ ഒരു ഭാഗമായിരിക്കും, ചന്ദ്രൻ്റെ കൂടെ വരുന്നത് കൊണ്ടായിരിക്കും. എങ്കിലും കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുകയും ഒരാളുടെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ ചകഞ്ഞ് കണ്ടുപിടിക്കാനും അല്ലെങ്കിൽ സ്വാർത്ഥതയോടുകൂടി അവരവർക്ക് വേണ്ടി ചെയ്യുകയും അവരവരുടെ കുടുംബത്തിന് വേണ്ടി എല്ലാ പ്രവൃത്തിയും ചെയ്യും. പുരുഷന്മാരാണെങ്കിൽ ആരെ കൊന്നിട്ടാണെങ്കിലും കുടുംബത്തെ നോക്കും എന്നുള്ളതാണ്. സ്ത്രീകളായാലും ധനം സമ്പാദിക്കാൻ ശ്രമിക്കും. പക്ഷേ ഇവരുടെ സൂര്യദശ വരെ ഇവർക്ക് കുറച്ച് പ്രയാസമാണ്. കണ്ടകശനി ആയിരുന്നു 7ാം ഭാവത്തിൽ, കണ്ടകശനി അവർക്ക് മാറി. അപ്പോൾ അത് അവർക്ക് വളരെ നല്ലതാണ്. അതായത് 2019 ജാനുവരി മുതൽ 2023 ജനുവരി 17 വരെ ഇവർക്ക് പ്രയാസങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ എല്ലാ രീതിയിലുള്ള കണ്ടകശനിയുടെ കാഠിന്യം ഇവർക്ക് മാറിയ സ്ഥിതിക്ക് ഇവർക്ക് ഇനി നല്ലതാണ്. അതില്ലെങ്കിലും അങ്ങനെയാണ്, മനുഷ്യന് കുറച്ച് നാൾ മോശമാണെങ്കിൽ കുറച്ച് നാൾ നല്ലതായിരിക്കും. അപ്പോൾ അതുപോലെ 2.5 വർഷം ഇവരുടെ ദാമ്പത്യ ജീവിതവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇവർ കുറേ പ്രയാസങ്ങൾ വരും. അമിതമായിട്ട് ദേഷ്യവും കാര്യങ്ങളൊക്കെ ഇവർക്ക് വന്നു കാണണം. ഇലക്ഷനൊക്കെ നിൽക്കുകയാണ്, ആയില്യ നക്ഷത്രക്കാരാണെങ്കിൽ നല്ലതുപോലെ ജയിച്ച് കയറും. അതാണ് ഇവരുടെ ഒരു രീതി. ഇവർക്ക് ഇഷ്ടപ്പെടുന്നവരുമായിട്ട് മാത്രമേ ഇവർ ബന്ധം വയ്ക്കുകയുള്ളൂ, അല്ലാത്തവരുമായിട്ട് ഇവർ ബന്ധം കൂടില്ല. ധൈര്യമായിട്ട് ഇവർ ബിസിനസ് ചെയ്യണം. ഇവർക്കും അങ്ങനെയുള്ള ബിസിനസ് കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അവർ ഗുരു ഉപദേശമൊക്കെ സ്വീകരിച്ചിട്ട് ചെയ്താൽ ഇവർ വലിയ നിലയിൽ എത്തിച്ചേരും. കഷ്ടനഷ്ടത്തിൻ്റെ വ്യാപ്തിയൊക്കെ കുറയ്ക്കാൻ പറ്റും. അടുത്തത് കേട്ടയും ബുധനിൽ ജനിക്കുന്ന ഒരു നക്ഷത്രമാണ്. പക്ഷേ കേട്ട നക്ഷത്രത്തിലുള്ള സ്ത്രീകൾ പുരുഷന്മാരെ പോലെ ജീവിക്കുന്നവരാണ്. അവർക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ കണ്ടുകൂടാ. അവരുടെ കുടുംബജീവിതം ഏകദേശം ഒരു 80% അവരുടെ രീതിക്ക് കിട്ടത്തില്ല, പരാജയത്തിൻ്റെ പാതയിലായിരിക്കും. എങ്കിലും 20% നല്ല രീതിയിൽ കുടുംബം കൊണ്ടുപോകും. ഇവർക്ക് അനുയോജ്യമായ ഭർത്താക്കന്മാരെ കിട്ടിയാൽ അവർ ആ രീതിക്ക് പോകും. അല്ലെങ്കിൽ അവിടെ പ്രോബ്ലം വരും. ഏതിനെ എതിർക്കുന്ന ഒരു സ്വഭാവം ഇവർക്കുണ്ട്. ഇവർക്ക് ധനവും സമ്പത്തും വേണം. ധനവും സമ്പത്തും പദവിയും ഇവർക്ക് ആവശ്യമാണ്. ഇതില്ലാതെ ഇവർക്ക് ജീവിക്കാൻ പറ്റില്ല. നമ്മുടെ ഇന്ദ്രൻ്റെ നക്ഷത്രത്തിൽ ജനിച്ചവരാണ് കേട്ട നക്ഷത്രക്കാർക്ക്. അപ്പോൾ ഇവർ വിവാഹം കഴിക്കുമ്പോൾ ധനശേഷിയുള്ള ഒരു കുടുംബത്തിൽ നിന്ന് വിവാഹം കഴിക്കണം. ഞാൻ പറഞ്ഞു എല്ലാ നക്ഷത്രത്തിൻ്റെ ഔട്ട്ലൈനും ഡ്രോബാക്കും ഞാൻ പറയും. അതും കൂടെ പറഞ്ഞാൽ മാത്രമേ കലിക ജ്യോതിഷം പൂർണ്ണമാവുള്ളൂ. അവരുടെ സംബന്ധിച്ചോളം ഇവർക്ക് നല്ല സമയം തന്നെയാണ്. കേട്ട നക്ഷത്രത്തിനെ സംബന്ധിച്ചോളം കുറച്ച് 50-50 എന്ന നിലയിൽ
ഇവരുടെ ഇത് പോകുള്ളൂ. നല്ല സമയമാണെങ്കിലും ചില ആൾക്കാർ വന്നുപെട്ട് ഇവർക്ക് കാത് കൊടുക്കുന്ന ഒരു സ്വഭാവമുണ്ട്. ഇവരെ പുകഴ്ത്തി ഇവരെടുത്ത് ഓരോ നുണ പറഞ്ഞ് ഇവർക്ക് നുണ കേൾക്കുന്ന സ്വഭാവമുണ്ട്. അപ്പോൾ ഇവരെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കും. ഇന്നത്തെ കാലത്ത് അങ്ങനെയാണ്. ശത്രുക്കളുണ്ടാവണമെങ്കിൽ ആരെങ്കിലും സഹായിച്ചാൽ മതി, ശത്രുക്കളുണ്ടാവും. അത് കലികാലത്തിൻ്റെ ഒരു വൈഭവമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവർ ആരെയെങ്കിലും സഹായിക്കാൻ പോയിട്ട് കേസ് വഴക്കുകളിലൊക്കെ ചെന്നുപെടാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം. എടുത്തുചാട്ടം കാരണം പ്രോബ്ലം വരുത്തില്ല. അസുഖങ്ങളൊക്കെ ചിലപ്പോൾ ബുദ്ധിമുട്ടിക്കും. ബാക്കി എല്ലാ മേഖലകളിലും നല്ലതുപോലെ ശോഭിക്കാൻ ഇവരെ കൊണ്ട് പറ്റും. പക്ഷേ ഇവർ കുറച്ച് ആക്റ്റീവായിരിക്കണം. ഒരിക്കലും ഇവരുടെ മനസ്സ് തളരരുത്. ഇവർ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോയാൽ ഇവരുടെ ആയുസ്സും കൂടുതലായിരിക്കും. പൊതുവെ ദീർഘായുസ്സുള്ളവരാണ് ഇവർ. സമ്പന്നരായിട്ട് തന്നെ മധ്യവയസ്സിന് ശേഷം ജീവിക്കും. ഇവരുടെ മക്കളുകളെല്ലാം നല്ല ഗതിയിലെത്തും. അതിൽ മക്കൾ പെൺകുട്ടികൾ ഇവരെ നോക്കും. പക്ഷേ പെൺകുട്ടികൾ ഇവർക്ക് പൊതുവെ സ്നേഹം കുറവായിരിക്കും. ആൺകുട്ടികളുടെ അടുത്തായിരിക്കും കൂടുതൽ സ്നേഹം. പക്ഷേ പെൺകുട്ടികൾ ഇവരെ നോക്കും. അതാണ് ഇതിനകത്ത് വരുന്ന ഒരു കാര്യം. തീർച്ചയായും കേട്ട ഈ രോഗവും ധനനഷ്ടവും ഇതൊഴിച്ച് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നല്ലതായിട്ട് തന്നെ വരും. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് രേവതി. ഈ 3 നക്ഷത്രങ്ങളിൽ 2 നക്ഷത്രങ്ങൾ അസുരഗണവും രേവതി മനുഷ്യഗണവുമാണ്. രേവതിയെ സംബന്ധിച്ചോളം ലീഡർഷിപ്പ്. അവരൊരു കുടുംബത്തിൽ രേവതി നക്ഷത്രം ഉണ്ടെങ്കിൽ ആ കുടുംബത്തിലുള്ള എല്ലാ പേരെയും ലീഡറാവാൻ വേണ്ടി ശ്രമിക്കും. ആ കുടുംബത്തിന് നന്മ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. പക്ഷേ ഇവർ ചില സ്ഥലങ്ങളിൽ ഇവർക്ക് ശത്രുക്കളുണ്ടാവും. ഇവരുടെ ആക്ടിവിറ്റീസ് കാണുമ്പോൾ മറ്റുള്ളവർക്ക് ദേഷ്യം വരും. പിന്നെ ചില കാര്യങ്ങൾ ഇവർ തീരുമാനിക്കും. ഇവർക്കും ഒരു അഹങ്കാരമുണ്ട്. ഞങ്ങൾ തീരുമാനിക്കും പോലെ പോകാൻ പാടുള്ളൂ. അഹങ്കാരം തുടങ്ങുമ്പോൾ ഇവർക്ക് നാശം തുടങ്ങും. അതും അതിൻ്റെ ഒരു ഭാഗമാണ്. സ്വാഭാവികമായിട്ട് രേവതി നക്ഷത്രം കുറച്ച് ശ്രദ്ധിക്കണം. അവർക്ക് സമയം കുറച്ച് കുഴപ്പമാണ്. അവർക്ക് 7-2 ശനി കാലമാണ്. ഈ 7-2 ശനി കാലത്ത് പുതിയ ബിസിനസ്സൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ പ്രയാസവും കാര്യങ്ങളൊക്കെ വരും. നാശങ്ങളൊക്കെ വരാനുള്ള ചാൻസ്. പിന്നെ വിവാഹം കഴിഞ്ഞാൽ ഭാര്യമാർ പറയുന്നത് അനുസരിച്ച് പോകുന്ന ഭാര്യമാരെല്ലാം കുറച്ച് സ്ട്രോങ് ആയിരിക്കും. ഭാര്യമാർ പറയുന്നത് അനുസരിച്ചായിരിക്കും ഇവർ മുന്നോട്ട് സഞ്ചരിക്കുന്നത്. പക്ഷെ കുടുംബസ്നേഹികളായിരിക്കും. എങ്കിലും ഇവർ ചിലപ്പോൾ മാതാപിതാക്കളിൽ നിന്ന് ഉള്ളിൽ മാതാപിതാക്കൾക്ക് പ്രയാസം തോന്നാം ഇവരുടെ പ്രവർത്തികൾ. പക്ഷേ ഇവർ ചെയ്യുന്ന സംരംഭങ്ങൾ ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ അത് വിചാരിച്ചത്ര ഫലം കിട്ടത്തില്ല. പെട്ടെന്ന് പണക്കാരാവാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു നക്ഷത്രവും കൂടെയാണ്. അപ്പോൾ അങ്ങനെ പെട്ടെന്നാവത്തില്ല. ഇവർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടേ ആവത്തുള്ളൂ. വിഷുഫലത്തിനെ സംബന്ധിച്ചോളം ഇവർ വളരെയധികം ശ്രദ്ധിക്കണം. ഇവർക്ക് സമയം മോശമാണ്. അത് ഇവർ വളരെ ശ്രദ്ധിച്ചേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. വീഴ്ചയോ അപകടങ്ങളോ ഒന്നും സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇവർ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യും. പക്ഷേ അത്രയും വർക്കിൻ്റെ ഫലം ഇവർക്ക് കിട്ടത്തില്ല. ഇവരെല്ലാ ബിസിനസ്സും ചെയ്യരുത്. ചെയ്യേണ്ട ചില ബിസിനസ്സുകളുണ്ട്, അത് ശ്രദ്ധിക്കണം. ആരോഗ്യവും ഇവർ നല്ലതുപോലെ ശ്രദ്ധിക്കണം. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് തന്നെ പോകണം. ഒരിക്കലും ഒരു ഉപേക്ഷക്കുറവ് വിചാരിക്കരുത്. വിചാരിച്ചാൽ നഷ്ടങ്ങൾ ഇവർ നേരിടേണ്ടതായിട്ട് വരും. ഇവരുടെ കൂടെ നിൽക്കുന്നവർ ചിലപ്പോൾ ഇവരെ അറിയാതെ ഇവരെ ദ്രോഹിച്ചെന്നിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബുധദശയിലുള്ള നക്ഷത്രങ്ങളെക്കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾക്കെല്ലാവർക്കും കലിയുഗ ജ്യോതിഷൻ്റെ പ്രണാമം.